നമസ്കാരം. രണ്ടു മൂന്ന് ദിവസമായി ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. സിനിമയിലെ ആ 15 പേരടങ്ങുന്ന അധോലോക സംഘത്തെ ഇന്ന് കാണും, നാളെ കാണും എന്നൊക്കെ പ്രതീക്ഷിച്ച് കുറെ ദിവസമായി. പക്ഷെ ഇതുവരെയും അവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. സർക്കാരിനറിയാം ആരൊക്കെയാണെന്ന്, നമുക്കേ അറിയാത്തുള്ളൂ. അപ്പൊ നമുക്കിങ്ങനെ മനക്കടക്ക് കൂട്ടുകയല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. എന്തായാലും 15 പേര്, മെയിനായിട്ട് 15 പേരുണ്ട്. അവരുടെ ഗുണ്ടകളുണ്ടാവും ചിലപ്പോൾ ഈ 15 പേരുടെ. അപ്പം കുറച്ച് നമുക്ക് വികസിപ്പിച്ചെടുക്കാം, കുറച്ച് പതുക്കെ. അപ്പൊ ഞാൻ പ്രതീക്ഷിച്ചത് ഫെഫ്കയും അമ്മയും സടകുട എഴുന്നേറ്റ് ആ 15 പേരെ കണ്ടെത്തി ഞങ്ങളുടെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു എന്ന് പറയുമെന്ന് പ്രതീക്ഷിച്ചു. ഫിലിം ചേംബറും അങ്ങനെയൊക്കെ പറയുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ ഫിലിം ചേംബറിന്റെ ഒരു വക്താവ് വന്നിട്ട് പറഞ്ഞു, ഒക്കെ ഡ്രാമയാണ്, സാക്ഷിമൊഴികളൊക്കെ വ്യാജമാണ്. ഇന്ന് ഹൈക്കോടതി എന്തായാലും ഹർജി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. നല്ല കാര്യം. പക്ഷെ സംഗതി പുറത്തു വരില്ല. ആരാണ് ആ 15 പേര്? നിങ്ങൾക്ക് വല്ല ഉദ്ദേശവും ഒന്ന് ഊഹിച്ച് പറയാൻ പറ്റുമെങ്കിൽ പറയാം. മമ്മൂട്ടിയുണ്ടോ? മോഹൻലാലുണ്ടോ? സിദ്ദീഖുണ്ടോ? പൃഥ്വിരാജുണ്ടോ? നമുക്കിങ്ങനെ സംശയിക്കല്ലാതെ വേറെ മാർഗമൊന്നുമില്ലല്ലോ. ആരാണ് ആ യമകണ്ഠന്മാര് 15 പേർ? മലയാള സിനിമയെ കയ്യിലെടുത്ത് അമ്മാനമാടുന്ന 15 പേർ. എനിക്കറിയാം, പക്ഷെ ഞാൻ പറയില്ല. എല്ലാവർക്കും അറിയാം, ആരും പറയില്ല. എല്ലാവർക്കും അറിയാം, പക്ഷെ ആരും പറയില്ല. പറഞ്ഞാലോ പിന്നെ വായ്ക്കരി മേടിക്കില്ല, പട്ടിണി കിടക്കേണ്ടി വരും. അങ്ങനെ പട്ടിണി കിടന്ന ആളാണ് ഞാൻ കൃത്യമായിട്ട്. മലയാള സിനിമയിൽ അധോലോക സെറ്റപ്പ് ഉണ്ടെന്ന് ആദ്യം പറഞ്ഞത് ഈ കമ്മീഷനല്ല, സാക്ഷാൽ തിലകനാണ്. അതിന് തിലകൻ അനുഭവിച്ചത്, ആ തിലകനെ സഹായിക്കാൻ വേണ്ടി ഞാൻ അനുഭവിച്ചു, വിനയൻ അനുഭവിച്ചു. തിലകന്റെ കൂടെ വിനയന്റെ കൂടെ സഹകരിച്ച, എന്റെ കൂടെ സഹകരിച്ച കുറെ പാവം മനുഷ്യര് കഞ്ഞുകുടി മുട്ടി, കുറെ എണ്ണം തട്ടിപ്പോയി. ആരും റീത്ത് പോലും വെക്കാതെ മരണപ്പെട്ടവരുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ആരെങ്കിലും? ശരി. അപ്പൊ നമ്മള് മലയാള സിനിമയിലെ എല്ലാം അടക്കി വാഴുന്ന, എല്ലാം നിയന്ത്രിക്കുന്ന ആരൊക്കെയാണ്? ഇപ്പൊ നടന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടന്മാർ മാത്രമാണോ? മമ്മൂട്ടി നടനാണ്. മമ്മൂട്ടി കമ്പനി, മമ്മൂട്ടി സിനിമ പിടിക്കുന്നുണ്ട്. മമ്മൂട്ടിക്ക് തിയേറ്റർ കാണും. മോഹൻലാലിന് തിയേറ്റർ ഉണ്ട്, അഭിനയമുണ്ട്, വിതരണമുണ്ട്, സകലതുമുണ്ട്. പൃഥ്വിരാജിനുണ്ട്. ഇതൊന്നുമില്ലാത്ത കുറച്ച് കുഞ്ഞു കുഞ്ഞു ജീവികൾ അപ്പുറത്തു കൂടി ഇപ്പുറത്തു കൂടിയൊക്കെ എത്തി വലിഞ്ഞൊക്കെ തന്നെ പോകുന്നുണ്ട്. ഇപ്പൊ മലയാള സിനിമയെ നിയന്ത്രിക്കണമെങ്കിൽ എല്ലായിടത്തും തങ്ങളുടെ ശക്തി ഉണ്ടാവണം. അങ്ങനെ ശക്തിയുള്ളവർ ആരൊക്കെയാണ്? ഇപ്പോ
2010 ഞാൻ തിലകനെ വെച്ച് അച്ഛൻ എന്ന് പറയുന്ന സിനിമ എടുക്കുന്നത്. ആ സിനിമ അനൗൺസ് ചെയ്തതിന്റെ പിറ്റേ ദിവസം അന്ന് എനിക്കൊരു മാരുതി വാൻ ഉണ്ടായിരുന്നുള്ളൂ. ആ വാനിന്റെ ഗ്ലാസ് രാത്രി വന്ന് കല്ലുകൊണ്ട് എറിഞ്ഞുടച്ച ആ അധോലോക നായകന്മാർ തന്നെയാണ്. എറിഞ്ഞ് ഉടച്ചതല്ല, ഉറഞ്ഞു ഉടപ്പിച്ച. അത് ഒരു മന്ത്രിയുടെ കീഴിലാണെന്ന് അന്ന് തിലകൻ പറഞ്ഞിരുന്നു. ഇപ്പോഴൊരു മന്ത്രി, നേരത്തെ ഉള്ളൊരു എന്താണ്, തിലകൻ പച്ചയായിട്ട് പറഞ്ഞു അത് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ സംഘടനയുടെ ആൾക്കാരെ കൊണ്ട് ചെയ്യിച്ചതാണ്. പോലീസ് അന്വേഷിച്ചു, തുമ്പൊന്നും കിട്ടിയില്ല. എന്റെ വണ്ടിയുടെ ഗ്ലാസ് പോയത്, അത് മാറ്റിയുടെ കാശ് എന്റേത് പോയത്, അത് മാത്രം മിച്ചം. 2010 ഞാൻ സംഘടനാ വിരുദ്ധമായി പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ് 2011 സാക്ഷാൽ ബി ഉണ്ണികൃഷ്ണൻ മുതലാളി എല്ലാ സഹസംഘടനകൾക്കും ഒരു കത്തയച്ചു. ഇനി മേലാൽ അലി അക്ബർ എന്ന സംവിധായകനോട് കൂടി ആരും തന്നെ സഹകരിക്കാൻ പാടില്ല. ഇതിനാണ് ഊരുവിലക്ക് എന്ന് പറയുക. ഞങ്ങൾ അങ്ങനെയൊന്നും ഊരുവിലക്കില്ല. ഞാൻ ഇന്നലെയും ആ ഫേസ്ബുക്കിൽ ബി ഉണ്ണികൃഷ്ണൻ ഒപ്പിട്ട ആ കത്ത് എന്റെ ഫേസ്ബുക്കിൽ ഇന്നലെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ വ്യക്തിയുമായിട്ട് നമ്മുടെ സംഘടനയിൽപ്പെട്ട ഒരാളും സഹകരിക്കരുത്. അത് തന്നെയാണ് അമ്മയ്ക്കും കൊടുക്കുക. ഇന്ന നടനെ വെച്ച് ആര് സിനിമ ചെയ്താലും ഞങ്ങൾ ആ സിനിമയോട് സഹകരിക്കില്ല. പുറത്ത് ഇതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഉന്നമനത്തിന്, അവരെ സംരക്ഷിക്കാൻ വേണ്ടി എന്നൊക്കെയാണല്ലോ വായ്പ്. പക്ഷേ തോന്നുന്നവരെ വളർത്താനും എതിർക്കുന്നവരെ തല്ലി തകർക്കാനുമുള്ള ശേഷിയുള്ള ആ അധോലോക സംഘത്തിൽ എനിക്ക് ആദ്യം തിട്ടൂരം അയച്ച ബി ഉണ്ണികൃഷ്ണൻ പെടും. എനിക്ക് പേരെടുത്ത് പറയാം, ബി ഉണ്ണികൃഷ്ണന്റെ. എന്നെ വിശദീകരണത്തിനെന്ന് പറഞ്ഞിട്ട് ഫെഫ്കയുടെ ഓഫീസിൽ കൊണ്ടുപോയി ചാടി എഴുന്നേറ്റ് തല്ലാൻ നിന്ന ചില ഗുണ്ടകളുണ്ട്. അതിൽ ഒരു ഗുണ്ട ഇപ്പൊ പുറത്താ. അതൊക്കെ അനുഭവിക്കണം. ഹേമ കമ്മീഷൻ പറഞ്ഞത് കുറച്ച് നടികളുടെയും ഒക്കെ കാര്യങ്ങളാണ്. ഒരു സംവിധായകനായ ഞാൻ തല്ലുമെന്നും പറഞ്ഞ് എഴുന്നേറ്റ് ചാടി വീണ് ആക്രോശിച്ച് ചാടി വീണ ആ അവസ്ഥ കൃത്യമായിട്ടും അറിയാം. ഞാനിത് പറഞ്ഞാൽ ഈ CPM സർക്കാർ ബി ഉണ്ണികൃഷ്ണനെതിരെ കേസെടുക്കുമോ? എന്നെ ഭീഷണിപ്പെടുത്തി, എന്റെ ജീവിതോപാധി ഇല്ലാതാക്കി. അദ്ദേഹം സഖാവാണ്. അന്ന് എന്നെ ഭീഷണിപ്പെടുത്തുമ്പോ ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് ഞാൻ സഖാവാണെന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ഈ ഗുണ്ടകള് അല്ലെങ്കിൽ അധോലോക സംഘം, ആ അധോലോക സംഘം നയിക്കുന്ന സംഘടന അവരെ തന്നെ പുറത്താക്കുവോ? എന്തൊരു വിഡ്ഢിത്തല്ലേ. നമ്മളൊക്കെ ചെറിയ കുഞ്ഞു കുഞ്ഞു സിനിമ ചെയ്ത് ജഗദീഷിനെയും ജഗദീനെയൊക്കെ വെച്ച് സിനിമ ചെയ്ത് അരിമേടിച്ചിരുന്ന ആൾക്കാരാ. ഞങ്ങളൊക്കെ എളുപ്പത്തിൽ, കാരണം ഇപ്പൊ ബി ഉണ്ണികൃഷ്ണനേക്കാളും കൂടുതൽ സിനിമ ചെയ്തിട്ട് ഞാൻ ബി ഉണ്ണികൃഷ്ണനേക്കാളും സംസ്ഥാന ദേശീയ അംഗീകാരം മേടിച്ചിട്ടുണ്ട് ഞാൻ. പക്ഷെ അദ്ദേഹം അവിടെ അതിന്റെ മേൽപ്പത്ത് എത്തിക്കഴിഞ്ഞാൽ, അന്ന് ഈ സംഭവം ഉണ്ടാകുമ്പോൾ അദ്ദേഹം 2 സിനിമയായിട്ട് ചെയ്തിട്ടുള്ളൂ. സീനിയർ ആയിട്ടുള്ള എന്നെയാണ്, അദ്ദേഹത്തെക്കാൾ എത്രയോ സീനിയർ. 1988 ആദ്യത്തെ പടം ചെയ്ത് അവാർഡ് മേടിച്ചവനാണ് ഈ അലി അക്ബർ.
ഞങ്ങളൊക്കെ കൂടി ഉണ്ടായിരുന്ന ഒരു സംഘടനയാണ് മാറ്റ. ആ മാറ്റയില് എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാ വിഭാഗം ജനങ്ങളും ചേർന്ന്, ഈ സിനിമയുടെ എല്ലാ വിഭാഗവും ചേർന്ന് ഇതേപോലെ പകത്ത് പല ഡിവിഷനാക്കി രാഷ്ട്രീയം കൊണ്ടുവന്ന് അതിൽ ഗുണ്ടായുസം കൊണ്ടുവന്ന് ഒതുക്കലും വെട്ടിമാറ്റലും ഇല്ലായ്മ ചെയ്യലും ഒന്നും മാറ്റ ചെയ്തിട്ടില്ല. അത് നന്നായി പോയിക്കൊണ്ടിരുന്ന മാറ്റയെ വിഭജിച്ച് വ്യത്യസ്ത തരത്തിൽ വ്യത്യസ്ത യൂണിയനുകളാക്കി അവരുടെ ചെൽപ്പടിക്ക് നിർത്തി ഇപ്രാവശ്യം മച്ചമ്പി, അടുത്ത പ്രാവശ്യം കൊച്ചമ്പി, പിന്നെ മച്ചമ്പി, പിന്നെ കൊച്ചമ്പി, അങ്ങനെ മച്ചമ്പിയും കൊച്ചമ്പിയും എത്ര കാലമായി ഭരിച്ച് മുന്നോട്ട് പോകുന്നു ഈ സംഘടനകളെ. ആ സംഘടന തലപ്പത്തേക്ക് ഒരു സാധാരണക്കാരെങ്കിലും വന്നിട്ടുണ്ടോ? സാധാരണ സിനിമക്കാരെങ്കിലും? അവരെയാണോ ഒരു ഹേമ കമ്മീഷൻ വന്നിട്ട് നന്നാക്കാൻ പോകുന്നത്? കമ്മീഷനെ വേണമെങ്കിൽ നാളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സംഘടനയൊക്കെ റെഡിയാവും. കാരണം അവർക്കതിന് കഴിവുണ്ട്. അവർ ചെറിയ ആളുകളല്ല, കോർപ്പറേറ്റുകളാണ്. സഖാക്കളുടെ ഭാഷയിൽ പറഞ്ഞാൽ കോർപ്പറേറ്റുകളാണ്. കോടിക്കണക്കിന് ആസ്തിയുള്ളവരാണ്. സർക്കാരിന് സഹായം ചെയ്യുന്നവരാണ്. സർക്കാരിന്റെ അംബാസഡർമാരാണ്. അങ്ങനെയുള്ളവർക്കെതിരെ ഒരു ആക്ഷേപം വന്നാൽ പിണറായി വിജയൻ നാളെ തന്നെ കച്ചകെട്ടി ഇറങ്ങി ഈ പറയുന്ന 15 പേരെ കണ്ടെത്തി തുറുങ്കിലടയ്ക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ മലയാളികളെ? ഉണ്ടോ? പല കേസും വന്നിട്ടുണ്ട്. കേസുകളൊക്കെ കണ്ണുരുട്ടി ഒതുക്കിയിട്ടുമുണ്ട്. കയ്യൂക്കുള്ളവും കാര്യക്കാരൻ. നമ്മളിപ്പോ, എനിക്ക് രസകരമായ അനുഭവമുണ്ട്. ഞാനൊരു സിനിമ ചെയ്യാൻ വേണ്ടി ഫിലിം ചേംബറിൽ അംഗത്തെടുക്കാൻ ചെന്നപ്പം ആ ഫോമിലൊരു കോളമുണ്ട്, പോലീസ് സ്റ്റേഷനിൽ ഒരു റിപ്പോർട്ട് കൂടെ സബ്മിറ്റ് ചെയ്യണം ചേംബറിൽ അംഗമാണ്. അപ്പോ ഞാൻ ആ സമയത്ത് BJPയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വിവിധ സമരങ്ങളിൽ പങ്കെടുത്ത്, ശബരിമല സമരത്തിൽ പങ്കെടുത്ത്, അങ്ങനെ ഒരു 5-8 കേസ് എന്റെ പേരിലുണ്ട് ആ സമയത്ത്. ഞാനന്ന് ചേംബറിന്റെ പ്രസിഡന്റ് വിളിച്ചു ചോദിച്ചത് എന്ത് മര്യാദകേടാണ്, രാഷ്ട്രീയക്കാര് പ്രതിയായിട്ട് ഇഷ്ടംപോലെ കേസുണ്ടാവില്ലേ, പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ചേംബറിലേക്ക് മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട് സബ്ഗുഡർ സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും കിട്ടുമോ? അഥവാ ഒരു സർട്ടിഫിക്കറ്റ് അങ്ങനെ കൊടുത്ത് മെമ്പറായിട്ട് പിറ്റേന്ന് ഇങ്ങനെ പല കേസിലും പെട്ട ആൾക്കാർ അവിടുന്ന് പുറത്താക്കിയിട്ടുണ്ടോ? ചേംബറിന് പെണ്ണ് കേസിൽപ്പെട്ട്, ക്രിമിനൽ കേസിൽപ്പെട്ട് ആരെങ്കിലും ചേംബർ പുറത്താക്കിയതായിട്ട് നിങ്ങൾക്ക് അറിയോ? പക്ഷെ ഫോമിൽ ഇപ്പോഴും ഉണ്ട് എന്നാണ് എന്റെ ധാരണ. ഇപ്പൊ മാറ്റിയിടോ അറിയില്ല. ഞാൻ 2-3 വർഷം മുമ്പുള്ള കാര്യം ഞാൻ പറയുന്നത്. അപ്പൊ ഇനി നമ്മൾ ഇവിടുന്ന് വിട്ട് നേരെ മദ്രാസ് ഫിലിം ചേംബർ പോവും, മദ്രാസിൽ രജിസ്റ്റർ ചെയ്യും, അല്ലെങ്കിൽ ബോംബെ പോയി രജിസ്റ്റർ ചെയ്താലും പടം പിടിക്കാം. ഇനി പടം പിടിച്ചെന്നിരിക്കട്ടെ, അത് പുറത്തിറങ്ങാൻ കുറച്ച് പ്രയാസം. ഇവരോടൊക്കെ മൽപ്പിടുത്തം പിടിച്ചിട്ട് ഞാനൊക്കെ അനുഭവിച്ചതാണ്. ഈ തിലകനെ വെച്ച സിനിമ അച്ഛൻ, അത് KSFDCയുടെ സാങ്കേതിക സഹായത്തോടെ ചെയ്തപ്പോൾ KSFDCക്ക് ഒരു ബാധ്യതയുണ്ട്. KSFDCയുടെ സഹായത്തോട് ചെയ്യുന്ന സിനിമകൾക്ക് KSFDC തിയേറ്റർ തരണം എന്നുള്ളതാണ് കണ്ടീഷൻ. പക്ഷെ അന്ന് ഈ പറയുന്ന 15 പേരടങ്ങുന്ന ഗുണ്ടാ സംഘം അല്ലെങ്കിൽ അധോലോക സംഘം ഈ സിനിമ, ആ അച്ഛൻ സിനിമ ഒരു തിയേറ്റർ കളിക്കരുത് എന്ന് KSFDCക്ക് തിട്ടൂരം വിട്ടു. KSFDC അത് കളിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചു. അവസാനം ഞാനും ഭാര്യയും കൂടി KSFDCയുടെ മുമ്പിൽ നിരാഹാരം ഇരിക്കും എന്ന് പറയുന്ന അവസ്ഥയെത്തി. അതിനുശേഷം 4 തിയേറ്റർ തന്നു. 4 തിയേറ്റർ തന്നിട്ട്
തിരുവനന്തപുരത്തെ കൈരളി തിയേറ്ററിൽ രണ്ടാമത്തെ ദിവസവും KSFTCയുടെ അന്നത്തെ ചെയർമാൻ പോയിട്ട് പറഞ്ഞു, ഇന്ന് മാറ്റണം ആ പടം, തിലകന്റെ പടം അന്ന് മാറ്റണം. അത് ഞാൻ അറിഞ്ഞു. എന്നെ അപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞു. ഞാൻ പത്രക്കാരെ വിട്ടു, പ്രശ്നമുണ്ടാക്കി. എന്നിട്ട് മൂന്നാമത്തെ ദിവസം ഒരു പടത്തിന് വേണ്ടിയിട്ട് എന്റെ പടം പുറത്ത്. ഈ തിലകനോടുള്ള വൈരാഗ്യം നനച്ചു. തിലകന്റെ പടം KSFTC പുറത്തേക്കിട്ടു. നല്ല പടമായിരുന്നു അച്ഛൻ. ഈ KSFTCക്ക് 2 തിയേറ്റർ ഉണ്ട്. ആ 2 തിയേറ്ററിന് സങ്കല്പം എന്താണെന്ന് അറിയോ? വലിയ തിയേറ്റർ കൊമേഴ്സ്യൽ സിനിമകൾക്ക്, ചെറിയ തിയേറ്ററുകൾ ക്ലാസ് മൂവീസിന് വേണ്ടി മാറ്റിവെച്ചിട്ടാണ് ആ സങ്കല്പം. അതാണ് തിയേറ്റർ, അങ്ങനെയാണ് തിയേറ്റർ ഉണ്ടാക്കിയത് നമ്മുടെയൊക്കെ പണം കൊണ്ട്. നല്ല സിനിമയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അന്നൊക്കെ ഈ പറയുന്ന ഓഫ് ബീറ്റ് സിനിമകൾക്ക് തിയേറ്റർ കിട്ടില്ലായിരുന്നു. അങ്ങനെ ഓഫ് ബീറ്റ് സിനിമകൾക്ക് തിയേറ്റർ കിട്ടാത്ത അവസ്ഥയിൽ അവരെ സഹായിക്കാൻ വേണ്ടി കേരള ഗവൺമെന്റ് നമ്മുടെ നികുതി പണം കൊണ്ടാണ് ആ തിയേറ്റർ ഉണ്ടാക്കിയത്. ആ തിയേറ്ററിൽ നമ്മുടെ പടം കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഷക്കീലയുടെ എന്നാണ് എന്റെ ഓർമ്മ, ഷക്കീല കിന്നാരത്തുമ്പി വിളച്ചവനാണ് റിലീസ് ചെയ്തത്. അതാണ് അവസ്ഥ. അപ്പൊ ഈ പറയുന്ന ഹൈക്കോടതി ഇടപെട്ടാൽ പോലും ഇതിനൊരു അന്ത്യം കാണുമെന്ന് തോന്നുന്നില്ല. കാരണം ഈ മാഫിയ എന്ന് പറയുന്നെങ്കിൽ ഡി കമ്പനി എന്ന് പറഞ്ഞ പോലെ നമ്മൾ അങ്ങനെയല്ലേ, ഡി കമ്പനി അത്ര വലിയ കമ്പനികൾ, ആ ഡി കമ്പനിനെ ഒതുക്കാൻ സാധ്യമല്ല. കോടതി ഇടപെട്ടാൽ പോലും നടക്കുന്നില്ല. കാരണം കോടതിക്ക് മുമ്പിലേക്ക് ആരെങ്കിലും തെളിവ് നൽകാൻ തയ്യാറായി വന്നാൽ ആ വ്യക്തി പിന്നെ ജീവനോടെ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇപ്പൊ ഈ പറയുന്ന മേലാളന്മാർക്കെതിരെ ശബ്ദിച്ച നടികളും നടന്മാരുമൊക്കെ എവിടെയാണ്? കവടി നിരത്തി നോക്കണ്ടേ? കവടി നിരത്തി നോക്കിയാലേ കിട്ടുള്ളൂ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അച്ഛൻ സിനിമയ്ക്ക് വേണ്ടി തിലകൻ ചേട്ടനെ ബുക്ക് ചെയ്യാൻ ചെന്നപ്പോ, തിലകൻ ചേട്ടനെ ഫ്ളാറ്റിൽ ചെന്നപ്പോ താടി വളർത്തി അവശനായിരിക്കുന്ന ആ വൃദ്ധൻ ആ സിനിമ പോയിട്ട് നാടകം കളിക്കുന്നു, അതിനിടയിൽ സീരിയൽ കളിക്കുമ്പോ ആ സീരിയലിൽ പോലും ആ മനുഷ്യനെ പങ്കെടുപ്പിക്കരുത് എന്ന് പറഞ്ഞ് തിട്ടൂര് മുടക്കി പുറത്താക്കിയ ഒരു മാന്യ മോനാണ് ഇന്ന് നമ്മളൊക്കെ ഭരിക്കുന്നത്. ഇവരുടെയൊക്കെ തൊലി നിങ്ങൾ വിചാരിക്കുന്ന തൊലിയൊന്നല്ല. മനുഷ്യനെ പച്ചയ്ക്ക് പട്ടിണിക്കിട്ട് കൊല്ലുന്ന മൂന്നാംകിട തെമ്മാടികൾ. എനിക്കങ്ങനെ പറയുന്നതിലൊരു മടിയുമില്ല. തിലകനോട് കാണിച്ച ആ ക്രൂരതയുണ്ടല്ലോ, കണ്ടവനാ ഞാൻ. തിലകനെ ഞാൻ വെച്ച് 2 സിനിമ ചെയ്തു. തിലകനെ അച്ഛനും ചെയ്തു, ഐഡിയോ കപ്പിളും ചെയ്തു. അത് മര്യാദക്ക് പുറത്തിറക്കാൻ സമ്മതിച്ചില്ല. അതിനുശേഷം കൊമ്പത്തെ രഞ്ജിത്ത് ചെയ്തപ്പോ ഈ സംഘടന എന്ത് ചെയ്തു രഞ്ജിത്തിനെതിരെ? 14 കൊല്ലമായി, 2010 2024 14 കൊല്ലമായിട്ട് എന്നെ സസ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചെടുത്തിട്ടുണ്ടോ ഈ ഏമാമാര്? ആ ഏമാമാര് രഞ്ജിത്തിന്റെ മീശ പറിച്ചോ? കാരണം പറിക്കില്ല. രഞ്ജിത്ത് സഖാവാണ്. രഞ്ജിത്ത് സഖാവാണ്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം കൊമ്പത്തെത്തിയത്. ഇപ്പൊ താടിയുള്ള അപ്പനെ പേടിയുണ്ട്, താടിയില്ലാത്ത അപ്പന് പോക്കാം. അപ്പോ സിനിമയില് 88 മുതൽ സിനിമയിൽ വന്ന്, അതിനുമുമ്പ് 77 സിനിമയിൽ ബാലനടനായിട്ട് ഞാൻ വന്നത്. എക്സ്പീരിയൻസ് ഉള്ള ആളാണ് സിനിമയിൽ. ഞങ്ങളൊക്കെ ആദ്യം സിനിമ ചെയ്യുമ്പോ ഒരു കുടുംബം പോലെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവിടെ തന്നെ പറഞ്ഞു തീർക്കുക, തർക്കങ്ങളില്ലാതെ, ഈ പറയുന്ന കാരവാനില്ലാതെ.
വളരെ സഹകരിച്ച് ഈ തിരക്കലോ ഈ പറയുന്ന ആധുനിക ലഹരിയോ ഒന്നുമില്ലാതെ വളരെ ചെറിയ ബഡ്ജറ്റിൽ സിനിമയുണ്ടാക്കി ധാരാളം പേർക്ക് തൊഴിൽ കൊടുത്ത് തിയേറ്ററിൽ 10-75 ദിവസം കളിച്ച ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഇന്ന് മറിച്ച് ഈ അധോലോക സംഘം തന്നെയാണ് 2 ദിവസം ഓടാത്ത, രണ്ടാമത്തെ ദിവസം ഓർഡറായ സിനിമ 25 ദിവസം ഓടിക്കുന്നത്. അതിന്റെ കള്ളക്കളി കഴിഞ്ഞ മാസമാണല്ലോ പുറത്തു വന്നത്. ഞങ്ങൾക്ക് നേരത്തെ അറിയാം ഇതെങ്ങനെയാ നടക്കുന്നത്. സെക്കൻഡ് ഡേ ഓർഡറായ പടം 100 കോടിയിലെത്തും. കോടി ക്ലബ്ബ്. സിനിമ പിടിക്കുന്നത് രണ്ടർത്ഥത്തില്ല. ഇവർക്ക് ബ്ലാക്ക് വൈറ്റ് ആക്കാൻ. അധോലോകം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറഞ്ഞ സ്വർണ്ണക്കടത്ത്, പെണ്ണുകടത്ത്, മനുഷ്യക്കടത്ത്, ഇതൊക്കെ ലഹരിക്കടത്ത്, ഇതൊക്കെയല്ലേ അധോലോകത്തിന്റെ ലക്ഷണം? സംശയം ഉണ്ടാർക്കെങ്കിലും? ആ ലക്ഷണങ്ങളൊക്കെ ഈ സിനിമയിലുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. സിനിമയിൽ ലഹരിക്കടത്തുണ്ടോ? ഉണ്ട്. മനുഷ്യക്കടത്തുണ്ടോ? ഉണ്ട്. സ്ത്രീകളെ വിൽക്കുന്നുണ്ടോ? ഉണ്ട്. കള്ളപ്പണം വെളുപ്പിക്കുന്നുണ്ടോ? ഉണ്ട്. ഇതൊക്കെ ചേർന്നല്ലേ അധോലോകമാകുന്നുള്ളൂ, അല്ലേ? ഇതൊക്കെ ചെയ്യുമ്പോഴാണ് അധോലോകം. അപ്പൊ അതിന്റെ വക്താക്കള് നമ്മള് സാമ്പത്തികം, നമ്മൾ പറഞ്ഞു ഹവാല പണം കൊണ്ട് സിനിമയിൽ വന്ന്, മതം സിനിമയിൽ വന്നു, ലഹരി സിനിമയിൽ വന്നു. ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്ന സർക്കാരും സിനിമയുടെ ഭാഗമായി. സർക്കാർ സിനിമ ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ കഥ പറയാതിരിക്കുക വരും. പണ്ട് ഈ അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നല്ല ഈ കൊമേഴ്സ്യൽ സിനിമ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ ഈ അവാർഡ് കിട്ടിയ സംവിധായകർക്ക് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് KSFDCയുടെ സർക്കാർ ഡോക്യുമെന്ററികള്, സീഡിറ്റിന്റെ ഡോക്യുമെന്ററികള്, ഇതൊക്കെ ഈ സംവിധായകർക്ക് വേണ്ടി. പിന്നെ അത് വന്നിട്ടെന്തായി? സഖാക്കന്മാരുടെ മച്ചമ്പിക്ക്, നേതാക്കന്മാരുടെ മച്ചുനന് ഇങ്ങനെ വീതം വെച്ചു. നിങ്ങള് KSFDCയുടെ പാനലിൽ നിർമ്മിച്ചിട്ടുള്ള ഡോക്യുമെന്ററികളുടെ ചരിത്രം എടുത്തു നോക്കൂ. അവിടെ ആർക്കാണ് ഈ പണി കൊടുത്തത്? എനിക്ക് പുറകാനൊക്കെ നേരമില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ഒന്ന് ചോദിച്ചു നോക്കൂ. ഈ KSFDC സ്ഥാപിച്ചതിന് ശേഷം KSFDCയിൽ നിന്ന് ആർക്കൊക്കെയാണ് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്? ഫണ്ട് അനുവദിച്ചിട്ടും ഡോക്യുമെന്ററി ചെയ്യാത്ത ആളുകളെ കുറിച്ച് എനിക്കറിയാം. ആ ഫണ്ട് തിരിച്ചു വാങ്ങിച്ചിട്ടില്ല. അതേ സമയത്ത് സാധാരണ പ്രൊഡ്യൂസർ ഞാൻ 3000 രൂപ, കേവലം 3000 രൂപ അടയ്ക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് RR എനിക്ക് അയച്ചിരുന്നു ഒരു കാലത്ത്. അന്ന് NS മാധവൻ സാറായിരുന്നു അവിടെ. NS മാധവൻ സാർ ഇത് കണ്ടിട്ട് പൊട്ടിച്ചിരിക്കിയത്. എന്നെ പറഞ്ഞു, താൻ അടയ്ക്കൊന്നും വേണ്ടോ, 3000 രൂപയ്ക്ക് RR അയച്ചിരുന്നു. അതോ എന്റെ തകരാറില്ല. KSFDCയിൽ നിന്ന് പ്രിന്റ് എടുത്തപ്പോ ആ പ്രിന്റിന് തകരാറ് പറ്റിയിട്ട് 3 റീല് ബോംബെയിൽ പോയി അയച്ച് വന്നതിന്റെ ഒരു ഡിഫറൻസ് ആണ് 3000 രൂപ. എന്റെ ജീവിതത്തിൽ ആ KSFDCയിൽ എന്റെ അവസ്ഥ കണ്ടിട്ട് എന്നെ കൊണ്ട് തന്നെ ചെയ്യിക്കണം എന്ന് പറഞ്ഞിട്ട് നോട്ട് അയച്ചാളെ NS മാധവൻ സാറാ. പട്ടിണി, വീട്ടിൽ പട്ടിണിയാണെന്ന് അറിഞ്ഞിട്ട് അദ്ദേഹം ലോട്ടറി ഡിപ്പാർട്ട്മെന്റിൽ ലോട്ടറിന്റെ പരസ്യം എന്നെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട്. വിഷു ബമ്പറൊക്കെ ഞാൻ അരി മേടിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അപൂർവം ചിലരെ ഉണ്ടാവുള്ളൂ. സിനിമയിൽ ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ അവൻ സിനിമാക്കാരനാണ്.
ആ സിനിമാക്കാരന്റെ ജീവിതം പിന്നെ സിനിമയില്ലെങ്കിൽ വേറൊരു തൊഴിലും അവനെടുക്കാൻ പറ്റില്ല. ഞാനെടുക്കൂട്ടോ. അതുകൊണ്ടാണ് ഫെഫ്കയുടെ ഒക്കെ തിട്ടൂര് എന്റെ അടുത്ത് നടക്കാതെ പോയത്. ഞാൻ തൂമ്പ എടുക്കും, കട്ടിംഗ് പ്ലെയർ എടുക്കും, സോ എടുക്കും, സകല പണിയും ചെയ്യും. ഇന്ന് നിൽക്കുന്ന രാമസിംഹൻ ജീവിച്ചു വന്നത് അങ്ങനെയാണ്. ഈ പറയുന്ന ഫെഫ്കയുടെയൊക്കെ മുഖത്ത് നോക്കി ഞാൻ നിങ്ങളെ വണങ്ങില്ലടോ, നിങ്ങളുടെ കാൽക്കൽ വീടില്ലടോ എന്ന് പറഞ്ഞ് ജീവിച്ചവനാണ് അന്തസ്സായിട്ട്. അതെനിക്ക് മറ്റു പണികൾ ചെയ്യാൻ മടിയില്ലാത്തതുകൊണ്ട്. പക്ഷെ അതിന് പറ്റാത്ത ആൾക്കാരുണ്ട്, ആർട്ടിസ്റ്റുകൾ. ഞാൻ അവരിൽ നിന്ന് പേര് പറയുന്നില്ല. എനിക്കറിയാം. മരുന്ന് വാങ്ങാൻ കാശില്ലാതെ ഇവരുടെ തിട്ടൂരപ്രകാരം മരിച്ചുപോയ മനുഷ്യരുണ്ട്. തിലകൻ ചേട്ടനെ സിനിമയിലെ ഒരു വലിയ രേഖ എന്റെ അടുത്തുണ്ട്. ഇപ്പോഴെനിക്ക് തോന്നുന്നു തിലകന്റെ കുടുംബത്തിന്റെ അടുത്ത് ആ പേപ്പർ ഉണ്ടാകും. ഈ പറയുന്ന സംഘടനകൾ തിലകനെ വിലക്കിയിട്ടില്ല. പേരെടുത്ത് എനിക്ക് എഴുതിയ കത്തുണ്ട്. അത് ഇപ്പൊ എന്റെ കയ്യിൽ. കാരണം തിലകൻ ചേട്ടന്റെ കേസിന് വേണ്ടി വക്കീലിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും വലിയ തെളിവായതുകൊണ്ട് ബി ഉണ്ണികൃഷ്ണൻ എഴുതി ഒപ്പിട്ട ഒരു പേപ്പർ ആയതുകൊണ്ട് ഞാൻ അന്ന് തിലകൻ ചേട്ടനെ ഏൽപ്പിച്ചതാണ്. ഒന്നുകിൽ തിലകൻ ചേട്ടന്റെ വക്കീലെടുത്തത് കാണും, അല്ലെങ്കിൽ തിലകൻ ചേട്ടന്റെ കുടുംബത്തിലത് കാണും. തിലകൻ എന്ന നടന് ഒരു സിനിമയുടെ ഒരു ഭാഗത്തും സഹകരിപ്പിക്കരുതെന്ന് പറഞ്ഞ് കൃത്യമായിട്ട് എഴുതി ഒപ്പിട്ട രേഖ. അതിന് ഒപ്പിട്ടത് ഈ പറയുന്ന ബി ഉണ്ണികൃഷ്ണൻ തന്നെയാണ് ഒപ്പിട്ടത്. ഒരു നടിക്ക് നേരെ ആക്രമണം ഉണ്ടായപ്പോഴാണ് സ്ത്രീകൾ പ്രതികരിച്ചത്. പക്ഷെ അന്നേ എനിക്കറിയായിരുന്നു പിടിച്ചു നിൽക്കാൻ അവർക്ക് പറ്റില്ലെന്ന്. അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം എതിരാളികൾ അത്രയും ശക്തരാണ്. നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് ഗുണ്ടകളുണ്ട്, അവരുടെ കൂടെ പോലീസുണ്ട്, അവർക്ക് വേണ്ടി ലോകത്തെ ഏറ്റവും വലിയ വക്കീലന്മാരുണ്ട്, അവർക്ക് വേണ്ടി വാദിക്കാൻ സർക്കാരുണ്ട്, അവരിൽപ്പെട്ടവർ മന്ത്രിമാരായിട്ടുണ്ട്, MLA-മാരായിട്ടുണ്ട്. ഞാൻ MP എന്ന് പേര് പറയാത്തത് എന്താണ്? കേന്ദ്രമന്ത്രി ഉണ്ടെന്ന് സുരേഷ് ഗോപിയെ ഒരിക്കലും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തില്ല. അയാളെ മാന്യനാണ് എല്ലാ അർത്ഥത്തിലും മാന്യനാണ്. എന്റെ അറിവിൽപ്പെട്ട ഞാൻ 1989 മുതൽ അദ്ദേഹം 92 പൊന്നിച്ചാമി അദ്ദേഹം നായകനായിട്ട് വരുന്നത്. അന്ന് മുതൽ അറിയാം. കള്ളു കുടിക്കാറില്ല. എന്റെ അറിവട്ടോ. എന്റെ സെറ്റിൽ കള്ളു കുടിച്ചിട്ടില്ല. മറ്റത് തീരെയില്ല. കുടുംബം, മക്കള് എന്ന് പറഞ്ഞു പോകുന്ന വ്യക്തിയാണ്. ബാക്കി നമുക്ക് സിനിമയിൽ നല്ല മനുഷ്യർ ഒരുപാടുണ്ട് കേട്ടോ. ഇല്ല എന്ന് പറയില്ല. നല്ല മനുഷ്യർ ഒരുപാടുണ്ട്. ഒരു തുള്ളി കള്ളുകുടിക്കാത്ത അനീഫൊക്കെ ഉണ്ടായിരുന്നു. ജഗദീഷ് ഒരു തുള്ളി കള്ളുകുടിക്കില്ല. അങ്ങനെയൊക്കെ എല്ലാ അർത്ഥത്തിലും മാന്യന്മാരായിട്ടുള്ള നല്ല ആൾക്കാരുണ്ട്. പക്ഷെ ആ ആൾക്കാരൊന്നും ഇപ്പൊ സിനിമയിലില്ല. മാന്യന്മാരായിട്ട് നല്ല രീതിയിൽ സിനിമയിൽ നിന്ന ആളുകളൊക്കെ ഇന്ന് വീട്ടില് നാമം ജപിച്ചിരിക്കുന്നുണ്ടാകും. പ്രതികരിച്ചവരൊക്കെ അങ്ങ് ഒതുക്കുക. ഈ ഒതുക്കുന്ന രീതി പുറത്ത് പറഞ്ഞിട്ടുള്ള ഒതുക്കല്ല, അടി കൂടി. ഇപ്പൊ ഈ ഞാൻ എനിക്ക് തന്ന ലെറ്ററാണ് അവസാനം തന്ന ലെറ്റർ. അതിനുശേഷം ലെറ്റർ ഇല്ല, വിളിച്ച് പറയുള്ളൂ. ഡ്രൈവേഴ്സ് യൂണിയനിൽ വിളിച്ചു പറയും, എക്സിക്യൂട്ടീവ് യൂണിയനിൽ വിളിച്ചു പറയും, മേക്കപ്പിൽ വിളിച്ചു പറയും. ചിലപ്പോഴൊക്കെ നമുക്ക് വലിയ സങ്കടം ഉണ്ടാവും. കാരണം എന്നെ കൊമേഴ്സ്യൽ സിനിമയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന ആളാണ് പട്ടണം റഷീദ്.
ആ പട്ടണ റഷീദ് മുഖമുദ്ര എന്ന് പറഞ്ഞ സിനിമ, റഷീദിന്റെ രഞ്ജിത്ത്, ചിപ്പിയുടെ ഹസ്ബൻഡ് രഞ്ജിത്താണ് അതിന്റെ പ്രൊഡ്യൂസർ. അപ്പൊ റഷീദ് എന്നെ സിനിമയിലേക്ക്, പട്ടണ റഷീദ് എന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഞാൻ റഷീദിനോട് ഒരു വാക്ക് പറഞ്ഞിരുന്നു. റഷീദ് ഖാൻ, ഞാൻ എത്ര കാലം സിനിമ ചെയ്യുന്നു അത്രയും കാലം താങ്കളോ താങ്കളുടെ സഹോദരൻ ഷാക്കയോ ആയിരിക്കും എന്റെ മേക്കപ്പ് മാൻ. പക്ഷേ വർഷങ്ങൾ ഞങ്ങൾ പടം ചെയ്തതിൽ 2010 വരെ ഒരുമിച്ച് പടം ചെയ്തു. 2010 ഈ പറയുന്ന ഫെഫ്ക തിട്ടൂരും ഇറക്കിയതിനു ശേഷം അവർക്ക് എന്റെ കൂടെ സഹകരിക്കാൻ പറ്റിയില്ല. പിന്നീട് ഇപ്പൊ 21-നാണ് റഷീദയ്ക്ക് എന്റെ കൂടെ വന്നത്. കാലൊക്കെ മാറി. അപ്പോ എന്റെ കൂടെ ഇന്ദ്രൻസ്, കോസ്റ്റ്യൂം ഇന്ദ്രൻസ്, എനിക്ക് സ്ഥിരമായിട്ട് കുറെ ആളുകളുണ്ടായിരുന്നു എന്റെ കൂടെ ഉണ്ടായിരുന്നു. സ്ഥിരമായിട്ട്, കാരണം ഒരു കുഞ്ഞു ഒരു ചെറിയ കുടുംബത്തിന്റെ സിനിമകളായിരുന്നു എന്റേത്. അവരെയൊന്നും എനിക്ക് പിന്നെ വിളിച്ചാൽ അവർക്ക് വരാൻ പറ്റില്ല. കാരണം അവരെന്റെ സിനിമയ്ക്ക് വന്ന അവരുടെ കട പൂട്ടി. ഞാൻ വിളിച്ചാൽ പറയും, സാറേ വേറൊരു പടം ഞാൻ കമ്മിറ്റ് ചെയ്തു പോയി, അതുകൊണ്ടാട്ടോ സാറേ വരണമെന്ന് എനിക്കുണ്ട്, അടുത്ത പടത്തിന് എന്തായാലും കേട്ടോ സഹകരിക്കാട്ടോ. സംഭവം എന്താണ്, ഇവരുടെ തിട്ടൂർ അവിടെ എത്തിയിട്ടുണ്ട്. ആലോചിച്ചു നോക്കൂ, ഞാൻ സംഘടനാ വിരുദ്ധമായിട്ട് എന്താണ് ചെയ്തത്? എന്റെ സിനിമയിലെ ഒരു കഥാപാത്രത്തായി ഞാൻ ഇങ്ങോട്ട് സെലക്ട് ചെയ്തു. ആരെ? തിലകനെ സെലക്ട് ചെയ്തു. അതെങ്ങനെയാ സംഘടനാ വിരുദ്ധമാവുക? നിങ്ങൾ ആ നോട്ടീസ് വായിച്ചു നോക്കൂ, ബി ഉണ്ണികൃഷ്ണൻ നോട്ടീസ്. അത് സംഘടനാ വിരുദ്ധമാവുന്നത് എങ്ങനെയാ? എന്റെ സിനിമയിൽ ആരഭിനയിക്കണമെന്ന് ഈ മറ്റേ ബി ഉണ്ണികൃഷ്ണനാണോ തീരുമാനിക്കേണ്ടത്? അല്ലെങ്കിൽ ഫെഫ്കയാണോ തീരുമാനിക്കേണ്ടത്? അല്ലെങ്കിൽ അമ്മയാണോ തീരുമാനിക്കേണ്ടത്? തിലകന്റെ വേഷം ബി ഉണ്ണികൃഷ്ണൻ എടുക്കുവോ? സിബി മലയിൽ എടുക്കുവോ? തിലകൻ ചെയ്യേണ്ട വേഷം തിലകൻ തന്നെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോ ഇവരുടെ നിട്ടൂരം കാരണം മലയാള സിനിമയ്ക്ക് നഷ്ടമായത്, വലിയൊരു നടനെയാണ് നഷ്ടമായത്. അവർക്ക് ഒന്നുമല്ല. ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ മോഹൻലാലിന്റെ സിനിമ എടുക്കൂ, മമ്മൂട്ടിയുടെ സിനിമ എടുക്കൂ. സക്സസ് ആയ സിനിമയിൽ, കിണ്ണം പറിച്ച ഓടിയ സിനിമകളിൽ ഈ തിലകനുണ്ട്. സ്ഫടികത്തിൽ തിലകന് പകരം നിങ്ങൾ ആര് ചിന്തിക്കും? ആ മനുഷ്യൻ കുറെ കാലം ജീവിക്കുമായിരുന്നു, ഇനിയും കുറെ കാലം ജീവിക്കുമായിരുന്നു. ഇപ്പോഴും ചിലപ്പോൾ ജീവനോടെ കണ്ടേനെ. നല്ല നാട്ടനായിട്ട് കൊന്നതാ, പച്ചയ്ക്ക് പറഞ്ഞ കൊന്നതാ. അന്ന് മരിച്ചു കിടക്കുമ്പോ ഞാൻ പോയി പറഞ്ഞു, അറിയാതെയെങ്കിലും ദൂരെ നിന്നെങ്കിലും മനസ്സുകൊണ്ടെങ്കിലും കാലെ തൊട്ട് നമസ്കരിച്ച നന്നാവും. തിലകേട്ടന് മാത്രമല്ല കേട്ടോ, ഒരുപാട് നടന്മാർ ഇതേപോലെ ഒതുക്കി ഒരുപാട് നടന്മാരുടെ ശാപമുണ്ട്. അതൊക്കെയാണ് ഇങ്ങനെ കാലം കണക്ക് തീർക്കുന്നത്. അങ്ങനെയാണ്. അന്നൊന്നും കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് ഒന്നുമില്ല. നമ്മൾ സിനിമ ചെയ്യും. പിന്നെ സിനിമയിൽ വ്യഭിചാരമില്ല എന്നൊന്നും ഞാൻ പറയില്ല. അത്തരം വ്യഭിചാര തൊഴിലായിട്ടുള്ള ആൾക്കാരുണ്ടാവും. സത്യമാണ്, തള്ളമാരുണ്ടായിരുന്നു. മക്കളെ കൊണ്ടുപോയി സെറ്റിൽ നിന്ന് സെറ്റിലേക്ക് കൊണ്ടുപോയി ഉപജീവനം നടത്തിയ ആൾക്കാരുണ്ടായിരുന്നു. ഇതൊന്നും നിഷേധിക്കാൻ പറ്റില്ല. പിന്നെ അന്നൊക്കെ സിനിമയിൽ കള്ളുകൂടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും എല്ലാ പണിയും കഴിഞ്ഞ് പാക്കപ്പും കഴിഞ്ഞിട്ട് കള്ളു കുടിക്കുന്ന ധാരാളം പേരുണ്ടായിരുന്നു. ആരെയും ശല്യപ്പെടുത്താതെ. അതൊന്നും നമ്മൾ
കാരണം അങ്ങനത്തെ ജോലിയാണ്. രാവിലെ 5 മണിക്ക് തുടങ്ങി രാത്രി 10 മണി വരെ ജോലി ചെയ്യുമ്പോൾ ക്ഷീണം, ആ ക്ഷീണം മാറ്റാൻ വേണ്ടി 2 പെഗ് കഴിച്ച് കിടന്ന് ഉറങ്ങുന്ന ആൾക്കാർ ധാരാളമുണ്ട്. പക്ഷേ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇതും ഈ മറ്റേ പൊടിയും LSD സ്റ്റാമ്പ് നക്കലും ഒന്നും മലയാള സിനിമയിൽ ഉണ്ടായിരുന്നില്ല. അതൊക്കെ ആധുനിക, അതായത് ഈ പറയുന്ന എന്താണ് അധോലോകം വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളാണ്. എനിക്ക് പറയാൻ ഒരു മടിയുമില്ല. കാരണം ഒരൊറ്റ നട്ടലിന്റെ മുകളിൽ ജീവിക്കുന്നവനാണ് ഞാൻ. ഉറപ്പിച്ചു പറയാം, ഈ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തു വന്നാലും ഒരു ചെറു വിരല് പോലും അനക്കാൻ പറ്റില്ല. ഇതിൽ മൊഴി കൊടുത്തവരാരും വരില്ല. ഇപ്പൊ തന്നെ അവർ പുറത്താ. ഇനി ജീവനും കൂടി നഷ്ടപ്പെട്ടിട്ട് ജീവിച്ചിരുന്ന കാര്യം. ഒരു നടിയെ എങ്ങനെയാണ് പക പോക്കിയെന്ന് അറിയാലോ. സിനിമയിലെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു വ്യക്തിയെ ഇല്ലാതാക്കാൻ വേണ്ടി എത്ര മ്ലേച്ഛമായ രീതിയിൽ ഇവർക്ക് കൊട്ടേഷൻ കൊടുക്കാൻ പറ്റും എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവല്ലേ ആ ചെയ്ത്ത്. അത് ചോദ്യം ചെയ്തവരാണ് ഇന്ന് പുറത്ത്. അകത്തല്ല, അവര് പുറത്ത്. അവരിൽ പലരെയും വിലക്ക് വാങ്ങിച്ചു എന്നൊക്കെ പറയുന്നു. വിനയന്റെ പടത്തിൽ അഭിനയിച്ച നടന്മാരുടെയൊക്കെ വെറുതെ നിങ്ങളൊന്ന് ലിസ്റ്റ് എടുത്തു നോക്കൂ. വിനയന്റെ ലാസ്റ്റ് പടമല്ല, യക്ഷിയും പിന്നെ ഞാനും അതിനു മുമ്പിലുള്ള തിലഞ്ചേട്ടൻ അഭിനയിച്ച പടം. അതിൽ മാളച്ചേട്ടനൊക്കെ ഉണ്ട്. ഞാൻ മാളച്ചേട്ടന്റെ കാര്യമൊക്കെ പറഞ്ഞ് മരുന്ന് വാങ്ങിക്കാൻ മലയാള സിനിമയിലെ നമ്മളെയൊക്കെ ഒരുപാട് കാലം ചിരിപ്പിച്ച മനുഷ്യൻ അവസാനം കരഞ്ഞുകൊണ്ടാണ് പോയത്. ഒരുപാട് പേരുടെ കണ്ണീരുണ്ട് മലയാള സിനിമയിലെ സംഘടനകളുടെ നേതൃത്വത്തിന്. ഒരുപാട് പേരുടെ സങ്കടങ്ങൾക്ക് കണക്ക്. പിന്നെ പറയും, അയ്യോ ഞങ്ങൾ പെൻഷൻ കൊടുക്കുന്നില്ലെന്ന്. ഇത് എവിടെ നിർത്ത് കൊടുക്കുന്നത്? ഈ അധ്വാനിക്കുന്ന, വർക്ക് ചെയ്യുന്ന ഓരോ ടെക്നീഷ്യനിൽ നിന്നും പിടിച്ചു വാങ്ങുന്ന പണം തന്നെയാണ് അവശ്യ പെൻഷനായിട്ട് കൊടുക്കുന്നത്. മറിച്ച് കേരളം വിട്ട് തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ വീട് കിട്ടും, തൊഴിൽ ഉപേക്ഷിക്കുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ കിട്ടും, കുട്ടികളെ പഠിപ്പിക്കാൻ പണം കിട്ടും. ഞാനൊക്കെ വീട് വിറ്റിട്ടാണ് മക്കളെ പഠിപ്പിച്ചത്. വീട് വിറ്റിട്ട് മക്കളെ പഠിപ്പിച്ചു. അതുകൊണ്ട് ഇന്ന് ഭക്ഷണം കഴിക്കുന്നു. സിനിമയെ പ്രതീക്ഷിച്ച് സിനിമയുടെ പുറകെ പോയിരുന്നെങ്കിൽ ഏതെങ്കിലും റോഡ് വെക്കത്ത് കിടന്നേനെ. എന്തൊക്കെ സമരങ്ങൾ! എന്തൊക്കെ! ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, എന്റെ പ്രിയ സുഹൃത്ത് മരണപ്പെട്ടിട്ട് ഡെഡ് ബോഡി ഹൈവേയുടെ സൈഡിൽ വെച്ച് കോഴിക്കോട് കൂത്തു നടത്തിയ സംഘടനയെക്കുറിച്ച്. അമൃതയിൽ നിന്ന് മരിച്ച് കൊണ്ടുവന്നിട്ട് ആ സമയത്ത് കോഴിക്കോട് കൂത്തു നടക്കുകയാണ്. ആഘോഷരാവാണ്. ആഘോഷരാവില് ഒന്ന് പറഞ്ഞാൽ മതി, നമ്മുടെ ഒരു പ്രിയമിത്രം മരിച്ചു പോയിട്ടുണ്ട്, ഇത് കഴിഞ്ഞിട്ട് എല്ലാവരും പോയി കാണണം. ചെയ്തില്ല. എന്റെ കണ്ണെന്ന് ഇപ്പോഴും ആ കാഴ്ച പോയിട്ടില്ല. അലിയെ, എന്റെ ഡെഡ് ബോഡി കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ചാൽ മതിയാവില്ല, 10,000 വരും. അതുകൊണ്ട് കടപ്പുറത്ത് വെക്കണം എന്ന് പറഞ്ഞ ടി.എ. റസാഖ് എന്ന എഴുത്തുകാരനെ എനിക്ക് അത്ര പെട്ടെന്ന് മറന്നുപോവില്ല. അദ്ദേഹത്തിന്റെ മരവിച്ച ബോഡി ഹൈവേയിൽ
ഈ പ്രോഗ്രാം കഴിയുന്നതുവരെ കാത്തു കിടന്നത് അത്ര പെട്ടെന്നൊന്നും മറന്നുപോവില്ല. അന്ന് പറഞ്ഞത് ആ കുടുംബത്തിന് വേണ്ടി ധനസഹായത്തിന് വേണ്ടിയാണ്. പിന്നീട് ആ കുടുംബത്തിന് ധനസഹായം എങ്ങനെയാണ് എത്തിയത് നിങ്ങൾക്ക് അറിയോ? ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ടി എ റസാഖിന്റെ കുടുംബത്തിലേക്ക് എങ്ങനെയാണ് അവർക്ക് വീട് കിട്ടിയോ? വീട് വെച്ച് കൊടുത്തോ? ഒരു ഫ്ളാറ്റ് കൊണ്ടുപോയി കാണിച്ചിട്ട് ഈ ഫ്ളാറ്റ് പോരെ എന്ന് ചോദിച്ചു. ഓ സന്തോഷം, ഇത് മതി എന്ന് പറഞ്ഞ് തിരിച്ച് പിന്നെ ഫ്ളാറ്റും ഇല്ല, ഒന്നുമില്ല. അവസാനം അല്പം പണം കൊടുത്തു. പറഞ്ഞതൊന്നുമല്ല, എനിക്ക് തോന്നുന്നു 17 ലക്ഷം രൂപ കൊടുത്തു എന്നുള്ളതാണ് എന്റെ അറിവ്. അതും ഞാൻ ഇടപെട്ടതിന് ശേഷം, ഞാൻ ഈ പ്രശ്നം പുറത്തു കൊണ്ടുവരുന്നു പറഞ്ഞതിന് ശേഷമാണ് രഞ്ജിത്ത് ഇടപെട്ടിട്ട് ഒരല്പം പണം കൊടുത്തിട്ട് ആ സ്ത്രീ ആശ്വസിപ്പിച്ചത്. അതിനു മുൻപ് നമ്മുടെ പ്രിയങ്കനായ എഴുത്തുകാരൻ മരിച്ചപ്പോ ഒരു സംഗതി, ഒരു പരിപാടി നടത്തിയിരുന്നു കോഴിക്കോട്. പുത്തഞ്ചേരി മരിച്ചപ്പോ പുത്തഞ്ചേരി സഹായിക്കാൻ വേണ്ടി വലിയ തുക കിട്ടിയെന്ന്, വലിയ തുക കിട്ടിയിട്ട് പുത്തഞ്ചേരിയുടെ കുടുംബത്തിന് 50 ലക്ഷം രൂപ കൊടുത്തു. ബാക്കി ഒരു 30-35 ലക്ഷം രൂപ ബാക്കിയുണ്ടായിരുന്നു. അത് മറ്റ് ആവശ്യം വന്നു കഴിഞ്ഞാൽ കലാകാരന്മാരെ സഹായിക്കാമെന്ന് പറഞ്ഞ് ബാങ്കിലിട്ട് ആ പണം എങ്ങോട്ട് പോയിന്ന് ഇന്നും എനിക്കറിയില്ല. ഞാൻ അന്ന് ചോദിച്ചു, ഈ പറയുന്ന ടി എ റസാഖിന്റെ കുടുംബത്തിനെ സഹായിക്കാൻ വേണ്ടി കൂത്തു നടത്തേണ്ട കാര്യമുണ്ടല്ലോ. ഈ പറയുന്ന പുത്തഞ്ചേരിയുടെ പേരിൽ പിരിച്ചെടുത്ത 35 ലക്ഷം രൂപ ബാങ്കിലില്ലേ, അതെടുത്ത് കൊടുത്തുകൂടെ എന്ന് ചോദിച്ചു. ഇപ്പോഴും ആ പണം എവിടെയെന്ന് ആർക്കും അറിയില്ല കേട്ടോ. അതിൽ ആ കമ്മിറ്റിയിൽ ഞാനുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളെ ആരും അറിയിച്ചിട്ടില്ല ആ പണം എങ്ങോട്ട് പോയിന്ന്. ഒരാൾ മരിച്ചു കഴിഞ്ഞാലും അവരെ സഹായിച്ചു, 50 ലക്ഷം രൂപ അവരെ സഹായിച്ചു. പക്ഷെ അവര് പുത്തഞ്ചേരിയെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ്, പുത്തഞ്ചേരിയുടെ കുടുംബത്തിന് എന്ന് വേണ്ടി പറഞ്ഞിട്ട് മുഴുവൻ പിരിവെടുത്തിട്ട് അവസാനം വന്നപ്പോ പണം 1 കോടിയിൽ മേലെ വന്നപ്പോ പറഞ്ഞു പുത്തഞ്ചേരിക്ക് മാത്രമാക്കണ്ട, നമുക്ക് കുറച്ച് ആൾക്കാർക്കും കൂടി കൊടുക്കാം എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ 2-3 പേർക്ക് കൊടുത്തു. അവസാനം ശാന്തേടത്തിക്ക് 5 ലക്ഷം രൂപ കൊടുക്കാന്ന് പറഞ്ഞു. കൊടുക്കാന്ന് പറഞ്ഞതല്ലാതെ മരിക്കുന്നവരെ കൊടുത്തില്ല. അതും മറ്റൊരു കഥ. ഇതൊക്കെ കണ്ട് ഈ സിനിമയിൽ സംഘടനകൾ ആ കൂത്തുകളൊക്കെ നടത്തിയത് സംഘടനയുടെ കെയർഓഫിലാണ്. സംഘടന ആൾക്കാർ വന്നിട്ടാണ്, എല്ലാവരും സഹകരിച്ചിട്ടാണ്. പക്ഷേ അതിന്റെ ശിഷ്ടം എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ ഈ ടി എ റസാഖിനെ ടൗൺ ഹാളിൽ കൊണ്ട് കിടത്തിയപ്പം എത്ര പേരുണ്ടായിരുന്നു? പത്രക്കാരെ കൊണ്ടല്ലോ, ഒന്ന് ഓർത്തു നോക്കൂ. ടി എ റസാഖ് അതുവരെയും പുത്തഞ്ചേരി മരിച്ചപ്പോഴും ഈ സിനിമയിൽ കോഴിക്കോട് ആര് മരിച്ചു കഴിഞ്ഞാലും എല്ലാ കാര്യത്തിനും ഓടി വന്ന് ടി എ റസാഖ് ഉണ്ടാവും മുന്നില്. ജഗതി ചേട്ടൻ ആക്സിഡന്റ് പറ്റി ആദ്യം ടി എ റസാഖിനായിരുന്നു. ടി എ റസാഖ് എന്നെ വിളിക്കുന്നു, ഞങ്ങൾ 7 മണിയായപ്പോൾ ഞങ്ങള് മിംസിലുണ്ട്. ആ മനുഷ്യരെ മുഴുവനും സഹായങ്ങൾ ചെയ്തു കൊടുത്ത വ്യക്തിയാണ് ടി എ റസാഖ്. ടി എ റസാഖിന്റെ അനുസ്മരണം പോലും ഇപ്പൊ നടക്കാറില്ല. ആര് ചിന്തിക്കുന്നു? അപ്പൊ ഈ 10,000, 3,000, 4,000 രൂപ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മ സംഘടന വേണോ? സർക്കാർ, പിണറായി വിജയൻ ചിന്തിക്കണം. 40% എന്റർടൈൻമെന്റ് ടാക്സ്. ഞങ്ങള് സിനിമ 150 രൂപയുടെ ടിക്കറ്റ് വിൽക്കുമ്പോ 40ഉം 20ഉം 60 രൂപ നിങ്ങളുടെ അണ്ണാക്കിലേക്കാണ്, സർക്കാരിന്റെ അണ്ണാക്കിലേക്കാണ് വരുന്നത്. അത്രയും വരുമാനം ഉണ്ടാക്കുന്ന ടാക്സ് കിട്ടുന്ന ഏത് മേഖലയുണ്ട്? വേണമെങ്കിൽ പറയാം, മദ്യം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടാക്സ്, 40% ടാക്സ്. അതുകൂടാതെ വേറെ സെസ്, അതുകൂടാതെ വേറെ ഇതൊക്കെ വാങ്ങിയിട്ട്
ഈ സർക്കാരിന് പറ്റില്ലേ ഇത്രയും കോടിക്കണക്കിന് രൂപ സർക്കാർ ഖജനാവിലേക്ക് കോർപ്പറേഷനിലേക്ക് കൊടുക്കുന്ന ഈ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഒരു 5000 രൂപ പെൻഷൻ കൊടുക്കാൻ സർക്കാരിന് പറ്റില്ലെങ്കിൽ പിന്നെ ഈ മുതലാളിമാരെ ഓച്ചാരിച്ച് നിന്നേ വെക്കുള്ളൂ. ഈ സംഘടനയെ മുമ്പിൽ ഓച്ചാരിച്ച് നിന്നേ വെക്കൂ. ആകെ കൂടി സെൻട്രലിൽ നിന്ന് വരുന്നൊരു ഫണ്ടുണ്ട്. അതുപോലും അവിടെ പോലും ഞങ്ങളൊക്കെ ഒരു മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ കണ്ണൂർ വരെ പോകണം. ബീഡി തൊഴിലാളി സഹകരണ അവിടെയാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത് സർക്കാർ. ഞാനൊക്കെ അടച്ച പൈസ പോയി. ആജീവനാന്ത ഫെഫ്കയിൽ പോയി മാക്ടയിൽ പണം അടച്ചു, ഫെഫ്കയിൽ പണം അടച്ചു. എന്നിട്ടെന്തായി? ഒരു പുകമറ. ഇത്രയും വരുമാനം കിട്ടുന്ന ഒരു മേഖലയെ ഇല്ലാതാക്കി ചില ആളുകൾക്ക് വേണ്ടി, ഈ പറയുന്ന 15 പേർക്ക് വേണ്ടിയിട്ട്. ഇന്നിപ്പോ എത്ര തിയേറ്റർ തുറന്നിരിപ്പുണ്ട്? ഇപ്പൊ എനിക്ക് ഇപ്പോഴും പണം കിട്ടാനില്ല. തിയേറ്ററിൽ കഴിഞ്ഞ മാർച്ചിൽ റിലീസ് ചെയ്ത സിനിമയുടെ പണം ഇപ്പോഴും കിട്ടാനുണ്ട്, ടാക്സ് കിട്ടാനുണ്ട്. അപ്പൊ ചോദിക്കുമ്പോ അടുത്ത തമിഴ് പടം വരട്ടെ അപ്പൊ തരാം. ഇതാണ് ഇൻഡസ്ട്രിയുടെ അവസ്ഥ. നൂറ് 150 സിനിമകള്, അതില് നമ്മൾ കുടിക്കുന്ന ചായ കുടിക്കുന്ന ഇതൊക്കെ ടാക്സ് കൊടുത്തിട്ടാണ്. കത്തിക്കുന്ന ഡീസലിനും ഈ 100 പേര് ജോലി ചെയ്യുന്നു, അവരുടെ കുടുംബം വരുന്നൊക്കെ സിനിമ കൊണ്ടാണ്. ഇപ്പൊ അത് കുറച്ചാൾക്കാരുടെ അന്നമായിട്ട് മാറിയിരിക്കുകയാണ്, കുറച്ചുപേരുടെ മാത്രം. മാന്യന്മാരായിട്ടുള്ളവരൊക്കെ ഈ മേഖല വിട്ടുപോയി. സിനിമ ഇവിടുന്ന് പണം കിട്ടുന്നില്ല, പക്ഷെ ഗൾഫിൽ നിന്ന് പണം കിട്ടുന്നു. സിനിമയിൽ എന്തൊക്കെ കടത്താൻ പറ്റുമോ അതൊക്കെ കടത്തുന്നുണ്ട്. മതം അടുത്ത കാലത്ത് ഞാൻ അറിഞ്ഞു, ഞാൻ ഞെട്ടിപ്പോയി കേട്ടപ്പോൾ, ഒരു ഡ്രഗ് അടിക്കുന്ന സീൻ സിനിമയിൽ ഉൾപ്പെടുത്തിയാൽ സംവിധായകന് 10 ലക്ഷം വരെ കിട്ടുപോലും. ഒരു ഡ്രഗ് ഉപയോഗിക്കുന്ന സീൻ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അതിന് സ്പോൺസർഷിപ്പ് ഉണ്ട് പോലും സിനിമയിൽ. ഞെട്ടില്ലേ? എന്ന് മുതലാണ് ഇപ്പൊ നമ്മളൊക്കെ പണ്ട് സിൽക്ക് സ്മിതയും ഒക്കെ ഈ ബീർ ഇങ്ങനെ പതപ്പിച്ചൊഴിക്കുന്ന കാണുമ്പോൾ നമുക്കൊരു കൊതി തോന്നിയിട്ടുണ്ട്, ബീർ കുടിക്കണം. പക്ഷെ കഞ്ചാവിലും ഈ പറയുന്ന ഹാഷിഷും ഇഞ്ചക്ഷനും മൂക്കിലൂടെയും അവിടെ കൂടെയൊക്കെ വലിച്ചു കയറ്റുന്നൊക്കെ അടുത്ത കാലത്താണ് വന്നത്. പിന്നെ പച്ചക്കറിയും, ഇതൊക്കെ അധോലോകത്തിന്റെ ലക്ഷണങ്ങളാണ്. ഇവിടുത്തെ ചെറുപ്പക്കാരെ അധോലോകമാണ്. അത് ആരാണോ ഈ സിനിമയെ നയിക്കുന്നത് അവരുടെ അടുത്തേക്ക് പതുക്കെ എത്തിക്കുകയാണ് പ്രേക്ഷകനെയും. പ്രേക്ഷകനും അത് തന്നെ ആവർത്തിക്കുന്നു. സിനിമയിൽ അവൻ എന്ത് കണ്ടോ അത് നേരെ റോട്ടിൽ അവൻ ആവർത്തിക്കുന്നു. ഈ അധോലോകവൽക്കരണം നിങ്ങൾ ഒരു തമാശയായി കണ്ട് അവസാനിപ്പിക്കേണ്ടതല്ല. അവര് ചെയ്യുന്ന അതേ പ്രവൃത്തി പ്രേക്ഷകരിലേക്കും ആ പ്രവൃത്തി എത്തിക്കുന്നുണ്ടെന്നുള്ളതാണ്.
പ്രേക്ഷകരെ സ്വാധീനിക്കുന്നുണ്ട്. ഈ വക്രതയുള്ള മനസ്സുകൊണ്ട് സൃഷ്ടിക്കുന്നത് വക്രതയുള്ള മനസ്സുകളെ സൃഷ്ടിക്കുന്നുള്ള. ഇങ്ങനെ വ്യഭിചാരം, ലഹരി, ഇതൊന്നും സിനിമയിൽ നേരത്തെ ഉണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സിനിമയിൽ സെക്സ് ഉണ്ടാവും, അതിനൊക്കെ പരിമിതി ഉണ്ടായിരുന്നു. ആ പരിധിയൊക്കെ ലംഘിച്ചുകൊണ്ട് എന്താണ് നടീനടന്മാരെ കൂട്ടിക്കൊടുക്കുന്ന സെറ്റപ്പ്, അതിന്റെ പേരെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നടന്മാരെ സെലക്ട് ചെയ്ത് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യണേ. ഒരു പാലട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ? എന്ന് പറഞ്ഞ് പ്രയോഗിക്കുന്ന രീതിയൊന്നും പണ്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ലഹരി കൊടുത്തിട്ടും ലഹരിക്കടിമയായിട്ടും ഒക്കെ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന രീതി മുമ്പുണ്ടായിരുന്നില്ല. പരസ്യമായിട്ട് നടന്മാര് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതി ഉണ്ടായിരുന്നില്ല അതിനു മുമ്പ്. ഒരിക്കലും കൊച്ചുകുട്ടികളെ ലൈംഗികമായി ഉപയോഗിച്ചിട്ട് കേസപ്പെടുന്ന അവസ്ഥ ഉണ്ടായിരുന്നില്ല മലയാള സിനിമയിൽ. ഇതൊക്കെ പുതിയതാണ്. എനിക്ക് ബഹുമാനപ്പെട്ട കോടതിയോടാ പറയാനുള്ളത്. ഈ പറയുന്ന കാസ്റ്റിംഗ് കൗച്ച്, ഹവാല, ഇങ്ങനെയുള്ള ഇതിനെ നിയന്ത്രിക്കുന്ന അധോലോക രാജാക്കന്മാരെ കോടതിയുടെ മേൽനോട്ടത്തിൽ രഹസ്യമായി മൊഴിയെടുത്ത് ഈ മൊഴി നൽകിയവരെ ലോകത്ത് മുന്നിൽ അറിയാതെ ഈ പറഞ്ഞ ഹേമ കമ്മീഷന് മുന്നേ റിപ്പോർട്ട് കൊടുത്തവരൊക്കെ കോടതി വിശ്വാസത്തിലെടുക്കുകയാണെങ്കിൽ, അവരുടെ പേര് വരാതിരിക്കുകയാണെങ്കിൽ അവര് വന്ന് മൊഴി തരും. പക്ഷേ ഒരു കോടതിയിൽ വിചാരണ സമയത്ത് അവർ വരണമെന്നില്ല, ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും സിനിമ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോകും. അത് അധോലോകം കീഴ്പ്പെടുത്തി. അതിനെ നന്നാക്കാൻ സംഘടനയില്ല. കാരണം വേലി തന്നെയാണ് വിളവ് തിന്നുന്നത്. അത് നിങ്ങൾ നോക്കിയാൽ മതി. ഈ സംഘടനകളൊക്കെ ഉണ്ടായിട്ട് ആരാണ് അതിന്റെ കൊമ്പത്ത് മാറി 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 ചില ആൾക്കാരൊക്കെ അട്ട കടിച്ച പോലെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇടവേളയില്ലാതെ അവിടെ തന്നെ തുടർന്ന ആൾക്കാരുണ്ട്. വേറെ ഏത് ജനാധിപത്യ വ്യവസ്ഥയിലാണെങ്കിലും ശരി, റൊട്ടേഷൻ വരും. താഴെ കടയിലെ ആൾക്കാർ നേതൃത്വത്തിലേക്ക് വരും. ഇതങ്ങനെയില്ല. മേലാളന്മാർ തീരുമാനിക്കുന്നു. ആ മേലാളന്മാർ പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്ത് ഒരാളും മിണ്ടില്ല, ഒരു മീറ്റിംഗിലും മിണ്ടില്ല. എന്നാ പിന്നെ ഇതിങ്ങനെ തീരുമാനിക്കല്ലേ, ആയിക്കോട്ടെ മാനെ. മിണ്ടിയ തീർന്നു. പിന്നെ അവന് പണിയില്ല, അവന്റെ കഞ്ഞുകൂടി മുട്ടി. നമസ്തേ. മറ്റേ തിലകൻ ചേട്ടന് തെമ്മാടിയാണ്. എനിക്ക് ഏറ്റവും രസകരമായി തോന്നി, തിലകൻ ചേട്ടൻ എല്ലാവരോടും കൂടെ നിൽക്കുന്ന നടന്മാരെ പൊന്നിക്കും. ഈ ചെറിയ കൊനറ്റ സ്വഭാവം, വാർദ്ധക്യത്തിന്റെ സ്വഭാവം, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ജാതീയമായിട്ട് പലരും ഈ കുത്തിയതിന്റെ നോവ്, ഇതൊക്കെ ആ മനുഷ്യനെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു നടനെന്ന രീതിയിൽ ആ നടനെ വെല്ലാൻ വേറൊരു നടനില്ല. അത് മാത്രമല്ല, കൂടെ വർക്ക് ചെയ്യുന്നവരെയും തന്നോടൊപ്പം പൊക്കിക്കൊണ്ടുവരാൻ അഭിനയത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം, എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. മമ്മൂട്ടിയോട് ഭയങ്കര ശത്രുതയായിരുന്നു. ലാസ്റ്റ് ആ സമയത്തും ഇവിടെ
മമ്മൂട്ടിയുടെ മകനായിട്ട് അഭിനയിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടൻ എങ്ങനെയുണ്ട്? പിന്നെ അവൻ കൊള്ളാട്ടോ, മറ്റവനെ പോയ മണ്ടനല്ല, അങ്ങനെ പറയാൻ. അവൻ നന്നാവും, അവന് ശ്രദ്ധയുണ്ട്. അതാണ് തിലകൻ. ഇപ്പം ആനയെ മേയിച്ചുകൊണ്ട് നടക്കാൻ കുറച്ച് പണിയാ. അപ്പൊ അതിങ്ങനെ ഒരു നേക്കിന് വേണം ആനകളെയൊക്കെ മേയിച്ചുകൊണ്ട് നടക്കാൻ. തിലകൻ അങ്ങനെയാ. പക്ഷെ നല്ല വേഷമാണ്, അത് ചെയ്യാൻ അദ്ദേഹം തന്നെ പറ്റുള്ളൂ. നേരത്തെ നമ്മള് ഒരു ഉദാഹരണം മാത്രം എടുത്തായി, കിരീടം. അവിടെ മോഹൻലാലും തിലകൻ ചേട്ടനടുത്ത വേഷം നെടുമുടി വീണുമായിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടായനെ? അതേപോലെ തന്നെ മൂന്നാം പക്കം, അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്ഫടികം. ഇതൊക്കെ ഒന്ന് എടുത്തു നോക്കൂ. ഈ മോഹൻലാലിനെ മോഹൻലാലാക്കിയതും മമ്മൂട്ടിയെ മമ്മൂട്ടിയതാക്കിയതും ഈ പറയുന്ന വൃദ്ധനാണ്. മലയാള സിനിമയിലെ പല നടന്മാരെയും അഭിനയം പഠിപ്പിച്ച മഹാഗുരു തന്നെയാണ് തിലകൻ. ആ തിലകന്റെ ശാപമാണ്, ആ തിലകൻ അനുഭവിച്ച വേദനയാണ്, ആ തിലകനെ സ്നേഹിച്ചതിന് ഞാനടക്കം അനുഭവിച്ച വേദനയാണ് എന്നിങ്ങനെ ഫണം വിരിച്ചു നിൽക്കുന്നത്. ഇനിയും പഠിക്കാനുണ്ട് സിനിമക്കാർ ഇനിയും പഠിക്കാനുണ്ട്. ഈ ദന്തഗോപുരങ്ങളൊക്കെ തകർന്നു വീഴും. ഏത് നക്ഷത്രത്തിനും ആയുസ്സുണ്ട്, അത് ചിന്തിക്കണം. നക്ഷത്രങ്ങൾ എല്ലാ കാലവും നക്ഷത്രങ്ങളായി നിലകൊള്ളില്ല എന്ന് തീരുമാനിക്കണം. നക്ഷത്രം എന്ന് പറഞ്ഞു തന്നെ കെട്ടടങ്ങിയ സൂര്യനാണ്, അല്ലെങ്കിൽ കെട്ടടങ്ങിപ്പോയ ഒരു ഗ്രഹത്തിന്റെ വെളിച്ചമാണ്. അത് മങ്ങി മങ്ങി ഇല്ലാതാകും. നക്ഷത്രങ്ങൾക്ക് എന്നും ആകാശത്ത് മാത്രമല്ല സ്ഥാനം, അത് ഭൂമിയിലേക്ക് പതിക്കുകയും ചെയ്യും. അത് നക്ഷത്ര സംവിധായകരാണെങ്കിലും അങ്ങനെ തന്നെയാട്ടോ. ഏത് കൊമ്പത്തെ സംവിധായകനായിക്കോട്ടെ, തറയിൽ വന്നിട്ടേ അവസാനം നിൽക്കുകയുള്ളൂ. ഈ പറയുന്ന ഞങ്ങളാണ് എല്ലാം, ഞങ്ങളാണ് സർവം, ഞങ്ങളങ്ങ് തീരുമാനിക്കും, നിങ്ങളങ്ങ് സഹിച്ചോ എന്ന് പറയുന്ന അവസ്ഥയുണ്ടല്ലോ, അങ്ങനെ കൂടുതൽ കാലമൊന്നും നിൽക്കില്ല. തിരിച്ചു വന്ന് കണക്ക് ചോദിച്ചിട്ടേ പോകുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളില്ലാതാക്കിയ കുറെ ജീവിതങ്ങളുണ്ട്. നിങ്ങളില്ലാതാക്കിയ ജീവിതങ്ങളുടെ ശാപമുണ്ടല്ലോ, അതിവിടെ തന്നെ ഇങ്ങനെ കിടന്ന് കറങ്ങും. തന്റെ അടമുണ്ടെങ്കിൽ നട്ടല്ലുണ്ടെങ്കിൽ സംഘടനകള് ഞങ്ങളാ ലിസ്റ്റ് ചോദിക്കുന്നു, അത് പുറത്തു വിടണം, ജനം അറിയട്ടെ. ഞങ്ങളുടെ ഇടയിൽ അങ്ങനെ തെറ്റുകാരുണ്ടെങ്കിൽ ഞങ്ങൾ അവരെ ശരിയാക്കിക്കൊള്ളാം, ഞങ്ങൾ അവരെ പുറത്താക്കും എന്ന് എന്താണ് സംഘടനയ്ക്ക് പറയാൻ പറ്റാത്തത്? പുളിക്കും. ധൈര്യം ഉണ്ടെങ്കിൽ ബി ഉണ്ണികൃഷ്ണൻ പറയണം, ആ ലിസ്റ്റ് എടുക്കൂ. സർക്കാർ ആരൊക്കെയാണ് 15 അംഗം? ഞങ്ങൾക്ക് തരും ലിസ്റ്റ്. ഞങ്ങൾ ഈ മലയാള സിനിമയെ നയിക്കുന്ന സംഘടനയാണ്, ഞങ്ങൾ അവർക്കെതിരെ ആക്ഷൻ എടുത്തിരിക്കും. ഞാനാണെങ്കിൽ എനിക്കെതിരെ ആക്ഷൻ എടുക്കും എന്ന് ബി ഉണ്ണികൃഷ്ണൻ പറയണ്ടേ? മോഹൻലാൽ പറയണ്ടേ? അതല്ലേ അന്തസ്. സംഘടനയുടെ കൊമ്പത്തിരിക്കുന്നവർ ധൈര്യമായിട്ട് പറയണം, ഞങ്ങൾക്കിടയിൽ അങ്ങനെ ആൾക്കാരില്ല. പിന്നെ എങ്ങനെ ലിസ്റ്റിൽ വരും? ആ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തോളും, ഞങ്ങൾ ആക്ഷൻ എടുത്തോളാം. നമസ്കാരം, നമസ്തേ. ഇപ്പോ
നമ്മളെ കൊണ്ടൊന്നും ആരും പറയിക്കില്ല. കാരണം നമ്മുടെ അടുത്തേക്കൊന്നും മീഡിയാസ് വരില്ല. മീഡിയാസ് ഇതൊരു കളിയാ. മീഡിയാസിന് 2 ദിവസം 3 ദിവസം ഇതിങ്ങനെ ഇട്ടുന്നു ഉരുട്ടിയിട്ട് 4-ാം ദിവസം, കാരണം ഈ മീഡിയാസിന്റെ ആഘോഷ രാവുകൾക്ക് ആരാണ് വരുന്നത്? മഴവിൽ മനോരമയുടെ ആഘോഷ രാവുകൾക്ക് ആരാണ്? ഈ അധോലോകത്ത് നിന്ന് ആരെങ്കിലും ആണെങ്കിൽ മാറ്റി നിർത്തുമോ? മഴവിൽ മനോരമ, ഏഷ്യാനെറ്റ് മാറ്റി നിർത്തുമോ? എന്തിന് ജനം മാറ്റി നിർത്തുമോ? നമ്മളെ പറ്റിക്കാൻ വേണ്ടി 3-4 ദിവസം ഇത്, കാരണം പ്രളയം കഴിഞ്ഞു, അത് കഴിഞ്ഞ് ഇത് വന്നു, ഇന്നലെ ഒരു പെൺകുട്ടി കൊണ്ടുപോയി, ഇത് 2 ദിവസം, 3-ാം ദിവസം ഇത് കെട്ടടങ്ങും. കാരണം ഇവരുടെ ആഘോഷ രാവുകൾക്ക് നിറം പകരുന്നതും ഇതേ അധോലോകം തന്നെയാട്ടോ. അതല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ മലയാള സിനിമയിലെ ഈ മാധ്യമങ്ങൾ, ഇപ്പം വെടിപൊട്ടിക്കുന്ന മാധ്യമങ്ങളുടെ ആഘോഷ രാവുകളിൽ ഇത്തരക്കാരെ ഞങ്ങൾ പങ്കെടുപ്പിക്കില്ല എന്ന് മനോരമ പറയുവോ? മാതൃഭൂമി പറയുവോ? ഏഷ്യാനെറ്റ് പറയുവോ? അവരുടെയൊക്കെ പ്രോഗ്രാമിന് ഇവരൊക്കെ വേണം. എന്തൊരു തട്ടിപ്പാത്! ജനങ്ങളെ എങ്ങനെയാ വിട്ടിയാക്കുന്നത്? ഞാൻ 2-3 ദിവസം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ജോൺ മഹാനായിരുന്നു, സംശയമൊന്നുമില്ല. കുറച്ച് ലഹരിക്ക് അടിമപ്പെട്ടു പോയി. അല്ലെങ്കിൽ ഒരുപാട് നല്ല സിനിമ ചെയ്യേണ്ടുന്ന ആളാണ് ജോൺ. എന്നോട് പറഞ്ഞു തന്ന കുറെ കഥകളുണ്ട്. ഇപ്പോഴും സിനിമയാക്കണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക്. സിനിമയാക്കാൻ പറ്റില്ല, അത് ഓരോ കാര്യം സമ്മതിക്കില്ല. കുറെ ടെക്നീഷ്യൻസ് കുറെ കഷ്ടപ്പെടുന്നുണ്ട്, ഒരുപാട് പേര്. ഞങ്ങളൊക്കെ 80 കാലഘട്ടത്തില് മലയാളത്തിന്റെ സജീവമായി നിന്ന ഒരു സംവിധായകനെ ഇന്ന് കാണില്ല നിങ്ങൾ. അവരെയൊക്കെ വീട്ടിൽ എങ്ങനെയാണ് അരി മേടിക്കുന്നത് ആർക്കും അറിയില്ല. ഒരുപാട് പേരുണ്ടായിരുന്നു ചെറിയ സിനിമകള്. ജഗദീഷിനെയും സിദ്ദീഖിനെയും ഈ രാജൻ ബി ദേവിനെയും ഒക്കെ വെച്ച്, ജഗദീനെയൊക്കെ വെച്ച് സിനിമ ചെയ്ത ഒരുപാട് സിനിമക്കാര്. അവരെങ്ങനെയാണ് കഴിഞ്ഞുകൂടുന്നത് അറിയോ? അവരാരും സഹായിക്കും? 2011 കഴിഞ്ഞ് 2011 തിട്ടൂര് എനിക്ക് തന്നത് 2010 മുതൽ മലയാള സിനിമയിലെ ഒരു നടന്മാരും ഞാൻ വിളിച്ചിട്ട് വന്നിട്ടില്ല. വളരെ കാരണം ഇതൊന്നും ഇല്ലെങ്കിൽ പ്രശ്നമല്ല എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ നടന്മാർ, വലിയ നടന്മാരൊന്നും എന്നോട് സഹകരിച്ചിട്ടില്ല. ഇപ്പൊ പിന്നെ കുറച്ച് സംഘി യുഗമായതുകൊണ്ട് കുറച്ച് സംഘി നടന്മാരും വന്നിട്ടുണ്ട്. അതിനും വയസ്സന്മാരൊക്കെ എന്റെ കൂടെ വരുള്ളൂ. ഇതേപോലെ ഒരുപാട് പേരുണ്ട്. എല്ലായിടത്തും നടക്കുന്നുണ്ട്. സിനിമ മേഖലയിൽ മാത്രമല്ല. പക്ഷെ ഇങ്ങനെ ഒരു ദാതാപ്രവർത്തനം നടക്കുന്നത് സിനിമയല്ലാതെ വേറെ ഏത് മേഖലയുള്ളത്? ബാക്കി എല്ലായിടത്തും പ്രതിപക്ഷവും ഉണ്ടാവും, ഭരണപക്ഷവും ഉണ്ടാവും. പ്രതികരിക്കാനൊരു ശേഷിയുള്ള പ്രതിപക്ഷം, ശക്തമായ ഒരു പ്രതിപക്ഷം ഉണ്ടാവും. സിനിമയിൽ അങ്ങനെ ഒരു പ്രതിപക്ഷം ഉണ്ടോ ശക്തമായിട്ട്? ഏകപക്ഷീയമായിട്ടല്ല സിനിമയിൽ തീരുമാനമെടുക്കുന്നത്. വേറെ ഏത് മേഖലയാണ് സിനിമ പോലെ തമ്പരാക്കന്മാര് മാത്രം നടക്കുന്നത്? ഏത് മേഖലയാണ് ശ്രീ ഉണ്ണികൃഷ്ണൻ? ഇല്ല, വേറെ ഒരു മേഖലയില്ല അങ്ങനെ. ലൈംലൈറ്റിന്റെ സ്വാധീനമുള്ള വേറെ ഇതേപോലെ സ്വാധീനമുള്ള വേറെ ഏത് മേഖലയുള്ളത്? രാഷ്ട്രീയത്തിൽ നടക്കുമായി, രാഷ്ട്രീയത്തിലുണ്ട്. പക്ഷെ രാഷ്ട്രീയത്തിൽ പിടിക്കപ്പെടുത്താൻ ഒരു രാഷ്ട്രീയക്കാരൻ, നമ്മള് CPM-ന്റെ ഈ
ഇത് തോത് അളക്കട്ട. മറ്റേത് രാഷ്ട്രീയത്തിലാണെങ്കിലും ശരി, ഒരു രാഷ്ട്രീയക്കാരൻ വ്യഭിചാര കേസിൽ പെട്ടുകഴിഞ്ഞാൽ തെളിയിക്കപ്പെട്ട് അതിന്റെ പുറകെ ആൾക്കാരുണ്ടാവും. പ്രതിപക്ഷം അല്ലെങ്കിൽ ഭരണപക്ഷം, ഏത് പക്ഷത്തുള്ള ആളാണ് തോന്നിവാസം കാണിച്ചത്? അതുകൊണ്ടാണല്ലോ ശശിയൊക്കെ ട്രോൾ ചെയ്യുന്നത്. ശശി എന്ന വാക്ക് പോലും എങ്ങനെയുണ്ടായത്? എല്ലായിടത്തും ചോദ്യം ചെയ്യാനുണ്ടാവും. സിനിമയിൽ മാത്രം ചോദ്യം ചെയ്യാനുണ്ടാവില്ല. ഇപ്പൊ 4-5 പെണ്ണുങ്ങളെ മാത്രം ചോദ്യം ചെയ്തു. അവരുടെ അവസ്ഥ നമുക്ക് കണ്ടറിയാവുന്നല്ലേ ഉള്ളൂ. ഒന്നും ചെയ്യാൻ പറ്റില്ല. നമസ്തേ ഗോപിനാഥ്. ഇതൊക്കെയാണ് അവസ്ഥ. നമുക്ക് 2 ദിവസം കൂടിയൊക്കെ കാണും. അത് കഴിഞ്ഞാൽ പിന്നെ ഹൈക്കോടതി ഇത് അന്വേഷണത്തിന് ഉത്തരവിട്ടാലും ഇത് അന്വേഷിക്കേണ്ട ആളാരാണ്? എനിക്കൊന്നും അറിയില്ല എന്നാണ് ഗണേഷ് ജി പറയുന്നത്. ഗണേഷ് കുമാർ എല്ലാം അറിയാം. ടെലിവിഷൻ മേഖലയിൽ ഞങ്ങൾ ഉൾപ്പെടുന്ന ചെറിയ സംഘടന ഉണ്ടായിരുന്നു. അവിടെയും കൊണ്ട് ആത്മാന്നുണ്ടാക്കി, വേറെന്നുണ്ടാക്കി, അവിടെയും തിട്ടൂരിറക്കി, അവിടെയും ജീവിക്കാൻ സമ്മതിക്കാതെ പുറത്താക്കി. ഒന്നാലോചിച്ച് നോക്കൂ. സിനിമ മേഖല നല്ല മാറ്റം വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു പോകണം. ഈ അധോലോകത്തിന്റെ കയ്യിൽ നിന്ന് സിനിമ വേർപെട്ട് വരണം. ഈ കോടികളിൽ നിന്ന് സിനിമ താഴോട്ട് വരണം. ഇന്ന് സിനിമയുടെ സാങ്കേതിക ചെലവുകൾ 80കളിലേക്കാളും കുറവാണ്. അന്ന് ഫിലിം വേണം, ഇന്ന് ഡിജിറ്റൽ ക്യാമറയാണ്. നിങ്ങൾക്ക് എത്ര വേണം ഷൂട്ട് ചെയ്യാം, ഒരു ഭയപ്പാടുമില്ലാതെ ഷൂട്ട് ചെയ്യാം. പക്ഷെ ഇന്ന് സിനിമാക്കാരെ കൊള്ളയടിക്കുന്ന നടന്മാരാണ്, ഒരു സംശയം വേണ്ട. 2000 വരെ 5-10 ലക്ഷം മേടിച്ച നടന്മാർ ഇന്ന് 15 കോടിയാണ് മേടിക്കുന്നത്. 15 കോടി കിട്ടുന്ന 2 സിനിമ 3 സിനിമ 45 കോടിയായില്ലേ? പിന്നെ ആരെയാ ഭയപ്പെടേണ്ടത്? ഒരു ലൈറ്റ് ബോയ്ക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്ത് 1400-2000 രൂപയാണ് കിട്ടുക. ഇപ്പൊ എത്ര റേറ്റ് എനിക്കറിയില്ല. 2 വർഷം മുതൽ 1400 രൂപയാണ് 12 മണിക്കൂർ ജോലി ചെയ്താൽ. ടെക്നീഷ്യനും അത്രയേ ഉള്ളൂ, തുച്ഛമായ പണമേ ഉള്ളൂ. പിന്നെ പണം കൊണ്ടുപോകുന്നാരാ? സിനിമയിലേക്ക് വരുന്ന ചെലവിന്റെ 80% കൊണ്ടുപോകുന്ന നടന്മാരാണ്. ബാക്കി 20% സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നുള്ളൂ. സന്തോഷ് പണ്ഡിറ്റിനെ പോലെ, സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുള്ളൂ. സന്തോഷ് പണ്ഡിറ്റിന്റെ രഹസ്യം സന്തോഷ് പണ്ഡിറ്റ് സക്സസ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയാണ്, അദ്ദേഹത്തിന്റെ ചേഷ്ടകളാണ്. അത് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരാണ്. അതുപോലെ ഇപ്പൊ ഞാൻ സന്തോഷ് പണ്ഡിറ്റ് പോലെ ഞാൻ അഭിനയിച്ച്, ഞാൻ പാട്ടുപാടി, ഞാൻ ചെയ്താൽ നിൽക്കണമെന്നില്ല. അത് ചില രൂപങ്ങളോട് നമുക്ക് തോന്നുന്ന, ഇന്ദ്രൻസിനോട് നമുക്ക് തോന്നുന്ന ഒരടുപ്പമുണ്ട്. ആ രൂപം കൊണ്ട് നമ്മൾ തോന്നുന്ന അടുക്കുന്നത്, ആ ചേഷ്ടകൾ കൊണ്ട് നമുക്ക് തോന്നുന്ന അടുപ്പമുണ്ട്. അപ്പൊ സന്തോഷ് പണ്ഡിറ്റാണ്. അദ്ദേഹം വ്യക്തിപരമായിട്ട് അദ്ദേഹം ഉണ്ടാക്കുന്ന തിയേറ്റർ എന്നല്ല, കൂടുതൽ ഉണ്ടാക്കുന്നത് യൂട്യൂബിൽ നിന്നാണ്. യൂട്യൂബിൽ കൂടുതൽ വ്യൂവർഷിപ്പ് ഉണ്ട്. പണ്ടൊക്കെ സിനിമ സഹായിച്ചുകൊണ്ടിരുന്നത് ഈ ചാനലുകളാണ്. ഏഷ്യാനെറ്റും മാതൃഭൂമിയും എല്ലാ ചാനലുകളും സിനിമ വാങ്ങിച്ചുകൊണ്ടിരുന്നു. ഇന്ന് അതിൽ നിന്ന് മാറ്റി OTT-യിലേക്ക് വന്നു. OTT-യും ഇവർ കീഴടക്കി. OTT ഇപ്പൊ എന്റെ സിനിമ 25 ദിവസം, നമ്മളെ സിനിമ 25 ദിവസം ഓടിയിട്ടുണ്ട് സ്റ്റേഷനിൽ. പക്ഷെ OTT-യിലേക്ക് അവർക്ക് ആവശ്യമില്ല. OTT-യും കുത്തകയാണ്. ആ OTT-യിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് 25 ദിവസം അങ്ങോട്ട് പണം കൊടുത്ത് ഓടിക്കുന്നത്, തിയേറ്ററിലേക്ക് പണം തള്ളിയിട്ട് പടം ഓടിക്കുന്നത്. ഇവര് പൂച്ചയാണ്, എങ്ങനെ വീണാലും
ഒറ്റ ദിവസം കൊണ്ട് ഓൾഡവറായ പടവും 100 കോടി എന്നാ പറയുന്നത്. നൂറ് കോടി കിട്ടിക്കഴിഞ്ഞാൽ 30 കോടിയെ പ്രൊഡ്യൂസർ കയ്യിലേക്ക് വരുള്ളൂ. അത് വേറെ കാര്യം. 100 കോടി ക്ലബ്ബ് എന്ന് പറയും, 100 കോടി ക്ലബ്ബ് എന്ന് പറയും. 100 കോടി ക്ലബിലേക്ക് ചാടിയാലും പ്രൊഡ്യൂസർ കയ്യിൽ 30 കോടിയേ വരുള്ളൂ. 100 കോടി മുടക്കിയ ഒരു പടത്തിന് 100 കോടി കിട്ടിക്കഴിഞ്ഞാൽ 70 കോടി നഷ്ടം. അതാണ് സത്യം. ചെറിയ സിനിമകൾ നമ്മള് 2000 വരെ ഒരു 50 ലക്ഷം രൂപയ്ക്ക് ഒരു സിനിമ ഉണ്ടാക്കാമായിരുന്നു. 5 കോടി 3 കോടി 4 കോടി 5 കോടി ആയിരുന്നു ഒരു സൂപ്പർ സ്റ്റാർ പടത്തിന്റെ മുതൽ മുടക്ക്. ഇന്ന് അത് ഒരു സൂപ്പർ സ്റ്റാർ വാങ്ങിക്കുന്നത് 10-15 കോടിയാണ്. നഷ്ടം പറ്റിയാലോ തിരിഞ്ഞു നോക്കൂ ഈ സ്റ്റാർഡമാരെങ്കിലും. ഇപ്പൊ അതുകൊണ്ട് അവര് തന്നെ കമ്പനി, അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അവർ തന്നെ മാർക്കറ്റ് ചെയ്യുന്നു, അവരുടെ തിയേറ്റർ ഓടിക്കുന്നു. ഇതൊരു സാധാരണക്കാരന് സാധിക്കുമോ? ഒരു സാധാരണ പ്രൊഡ്യൂസർക്ക് സാധിക്കുമോ? ഇപ്പൊ മോഹൻലാൽ കമ്പനിക്ക് മോഹൻലാലിന് തിയേറ്റർ ഉണ്ട്. കേരളത്തിൽ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ തിയേറ്റർ ഉണ്ട്. ആ തിയേറ്ററിൽ എത്ര ദിവസം വേണമെങ്കിലും ഓടിക്കാം മോഹൻലാലിന്റെ സിനിമകൾ. മമ്മൂട്ടി കമ്പനിക്ക് സ്വന്തം കമ്പനി, അവർക്ക് സാറ്റലൈറ്റ് OTT കാര്യങ്ങളൊക്കെ അവർക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. പൃഥ്വിരാജിന് പറ്റും. പക്ഷെ അവിടെയും വരുമാനം നിലയ്ക്കുമ്പോ ഗോവിന്ദ പറയും പ്രേക്ഷകർ കാണാതാവും. ഈ പറയുന്ന പലപ്പോഴും ഇപ്പൊ നമുക്ക് ദിലീപിന്റെ തന്നെ എടുക്കുന്നു നോക്കൂ. ദിലീപിന് പിന്നെ സക്സസ് ഉണ്ടായിട്ടില്ല. ഒരു വിഷയം വന്നു, ആ വിഷയത്തിന് ശേഷം അദ്ദേഹത്തിന്റെ കാര്യം എന്താ പറ്റിയത്? ജനം തിരസ്കരിക്കും പലപ്പോഴും. സിനിമ ഓടിയത് സൂപ്പർ സ്റ്റാർ ഉണ്ടായതുകൊണ്ട് മാത്രം പടം ഓടണം നിർബന്ധമൊന്നുമില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ ഒരു സൂപ്പർ സ്റ്റാറിനെ വെച്ചിട്ട് ഞാൻ സിനിമ ചെയ്തിട്ടില്ല. എന്റെ ആദ്യത്തെ പടത്തില് നായകൻ ആരാണ്? തിലകനാണ്. എന്റെ കൊമേഴ്സ്യൽ പടത്തില് മുഖമുദ്ര എന്ന് പറയുന്ന സിനിമയിൽ കള്ളനും പോലീസുമായിട്ട് തിലകനാണ് സെൻട്രൽ ക്യാരക്ടർ. അന്നത്തെ കാലത്ത് അത് 75 ദിവസം ഓടി തിയേറ്ററിൽ. ജൂനിയർ മാൻഡേക്ക് ജഗദീഷും ജഗതിയും മാത്രമേ ഉള്ളൂ. രാജൻ പി ദേവ്, കൊച്ചിൻ ഹനീഫ, അതിൽ എന്താണ് ഹീറോയിസ് ഉള്ളത്? ആ സിനിമയിൽ 75 ദിവസത്തിന് മുകളിൽ ഓടിയിട്ടുണ്ട്. ഇന്നും അത് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ സിനിമ ഓടാൻ നടന്മാര് വേണമെന്നില്ല, പക്ഷെ വേറെ തിയേറ്റർ കിട്ടണ്ടേ? അന്ന് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടായിരുന്നു, ഇന്ന് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇല്ല. ഇന്ന് ഒരു വ്യക്തി സിനിമ എടുത്താൽ ആ വ്യക്തി സിനിമയുടെ പോസ്റ്ററിന്റെ മൈദയുടെ കാശ് വരെ പ്രൊഡ്യൂസർ മുടക്കണം. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. പോസ്റ്റർ ഒട്ടിക്കുന്ന പൈസ, അതിന്റെ മൈദയുടെ പൈസ, അത് ഓരോ സ്ഥലത്തേക്ക് എത്തിക്കുന്ന പണം, ഇങ്ങനെ സകല പരസ്യങ്ങളും പ്രൊഡ്യൂസർ കൊടുക്കണം. സിനിമ നിർമ്മിച്ചാൽ പോരാ, അത് പരസ്യം ചെയ്ത് പണ്ടത്തെ മാതിരി 500 പോസ്റ്റർ ഒട്ടിച്ചാൽ പോരാ. ഇന്ന് സോഷ്യൽ മീഡിയയിൽ തള്ളണം. സോഷ്യൽ മീഡിയയിൽ തള്ളണം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന അഭിപ്രായമൊക്കെ വരണമെങ്കിൽ കാശ് കൊടുത്താല് നല്ല അഭിപ്രായം വരും. മാർക്കറ്റിംഗ്. പിന്നെ ഇത് വേണ്ടേ നമ്മളെ എന്താണ് ഫാൻസ് തള്ളിക്കേറ്റാൻ ഫാൻസ് അസോസിയേഷൻ. പണ്ട് ഫാൻസ് ജഗദീഷിന് ഫാൻസ് ഉണ്ടായിരുന്നു, തിലകൻ ചേട്ടന്റെ ഫാൻസ് അസോസിയേഷൻ ഉണ്ടായിരുന്നു. എന്നിട്ട് പടം ഓടിയില്ലേ? പക്ഷെ ഇന്നതുപോലെ ഇന്ന് ഫാൻസ് ആണല്ലോ. കാരണം ആദ്യം ഫാൻസിനെ കൊണ്ടാണല്ലോ ഒരാഴ്ചയൊക്കെ നിറച്ച് ഓടിപ്പിക്കുന്നത്. ഓടുന്നതല്ല, ഓടിപ്പിക്കുന്നത്. ഞാൻ കൃത്യമായിട്ട് അങ്ങനെ പറയാം. പണ്ടൊക്കെ നമ്മള് കഥയും തിരക്കഥയാണ് ആദ്യം, എന്നിട്ടാണ് ആർട്ടിസ്റ്റിനെ തീരുമാനിക്കുന്നത്. ഇന്നങ്ങനെയല്ല. ഒരു ആർട്ടിസ്റ്റിന്റെ ഡേറ്റിന് വേണ്ടി ഏത് കഥ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇന്ന് ചിന്തിക്കുന്നത്. അതാണ് വ്യത്യാസം. ശരത്തിന്റെ അഭിപ്രായം
നല്ല കഥയും തിരക്കഥയും ഉണ്ടെങ്കിൽ സിനിമ, പക്ഷെ നല്ല കഥയും തിരക്കഥയും ഉണ്ടായത് കൊണ്ട് മാത്രം കാര്യമില്ല. അതിന് നല്ല ആർട്ടിസ്റ്റ് വേണം. ഇന്നാരുണ്ട് നല്ല ആർട്ടിസ്റ്റ്? ഈ പറയുന്ന നിങ്ങൾക്കൊന്ന് സ്വപ്നം കാണാൻ പറ്റില്ല, ചെറിയ ആർട്ടിസ്റ്റ് പോലും ഇന്ന് പ്രതിദിനം 5 ലക്ഷം വാങ്ങുന്നതാണ്. 5 ലക്ഷം 1 ലക്ഷം പ്രതിദിനം. അപ്പൊ എങ്ങനെ കോസ്റ്റ് കവർ ചെയ്യും? ഞാൻ അടുത്ത കാലത്ത് സിനിമ പ്ലാൻ ചെയ്തു. ഏറ്റവും ചെറിയ ആർട്ടിസ്റ്റിന്റെ റേറ്റ് വെച്ചപ്പോൾ 35 ലക്ഷം മുതൽ 45 ലക്ഷം വരെയാണെന്ന് പറഞ്ഞു. ചിന്തിക്കാൻ പറ്റില്ല എനിക്കൊന്നും. ചെറിയ ആർട്ടിസ്റ്റ്, പേരൊന്നും ഞാൻ പറയുന്നില്ല, ചെറിയൊരു ആർട്ടിസ്റ്റ്, ചെറിയ ആർട്ടിസ്റ്റ് ചോദിക്കുന്നത് 35 ലക്ഷം 40 ലക്ഷം രൂപയാണ്. അതിലും ചെറിയ ആർട്ടിസ്റ്റ് ഡെയിലി ചോദിക്കുന്നത് 3 ലക്ഷം മുതൽ 5 ലക്ഷം വരെയാണ്. 2005 ഒരു സിനിമയ്ക്ക് 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. അതാണ് വ്യത്യാസം. ഏതായാലും സന്തോഷം. മാഫിയ തീർച്ചയായിട്ടും സിനിമാ മേഖല ഇന്ന് പല മാഫിയകളുടെ കയ്യിലാണ്. അത് തന്നെയാണ് ശരി. അത് തിലകൻ ചേട്ടൻ അന്ന് പറഞ്ഞത് കൊണ്ടാണ് തിലകൻ ചേട്ടനെ ഇടിച്ചൊതുക്കി പുറത്താക്കിയത്. ഏത് മാഫിയ ആണ് എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഇന്ന് കമ്മീഷൻ വന്നിട്ട് പറഞ്ഞു മാഫിയാണ്. കോടതി പറഞ്ഞു ഇതങ്ങനെ വിട്ടാൻ പറ്റില്ല, അതിൽ കാര്യമുണ്ടെന്ന് പറയുന്നു. സാധാരണഗതിയിൽ ഒരു കുറ്റകൃത്യം ആരെങ്കിലും ആരോപിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ ഡ്യൂട്ടിയാണ് ഭയലേശമന്യേ ആ മൊഴി എടുത്ത് കേസെടുക്കേണ്ടത് സർക്കാരിന്റെ ബാധ്യതയാണ്. ഇനി അതിനേക്കാളും ഗൗരവമുള്ളത് പറഞ്ഞു കേൾക്കുന്നത് ഇതില് ബാലപീഡനമുണ്ടെന്നുള്ളതാണ്. ബാലപീഡനം ഉണ്ടെങ്കിൽ പിന്നെ ചോദ്യമില്ല, കേസെടുത്തേ വെക്കുള്ളൂ. മറ്റുള്ളതൊക്കെ മാറ്റിവെക്കാം. മൊഴി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. സിനിമയിലേക്ക് കടന്നു വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പൊ ചെയ്യേണ്ടത് ഇപ്പം കഞ്ചാവ് വലിച്ച് ശീലിക്കുക, സ്റ്റാമ്പ് തിന്ന് ശീലിക്കുക, എന്നിട്ട് കൊച്ചിയിലേക്ക് പോവുക. ഇപ്പൊ സിനിമ അതാണ്. അതല്ലാതെ നിങ്ങൾ ആലോചിക്കുക ഏത് സിനിമയാണ് ഓടുന്നത്? ഒരു കോക്കസിലേക്ക്, നിങ്ങൾ ആ കോക്കസിലേക്ക് ചെന്ന് ചേരൂ. ഈ പറഞ്ഞ നിയന്ത്രിക്കുന്ന കോക്കസിൽ ഒരു എർത്തായിട്ട് ജോയിൻ ചെയ്യുക. അതിനുകൂടെ എർത്തായിട്ട് അവരെ സഹായിച്ച് അവർക്ക് വേണ്ടതൊക്കെ ഒരുക്കി കൊടുത്ത് അങ്ങനെ സിനിമ പഠിച്ചതുകൊണ്ട് കാര്യമില്ല. കാരണം ഇന്ന് സിനിമ പഠിച്ചിട്ടൊരു കാര്യമില്ല പലപ്പോഴും. കാരണം സിനിമ കാണുമ്പോൾ ഞങ്ങൾക്കറിയാതെ പഠിക്കാത്ത ആൾക്കാരാണ് ചെയ്യുന്നത്. പലപ്പോഴും സിനിമയുടെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസിനൊക്കെ ബ്രേക്ക് ചെയ്തിട്ടുള്ള സിനിമകളാണ് ഇപ്പോൾ വരുന്നത്. ചില വലിയ നടന്മാർ അഭിനയിക്കുന്ന സിനിമ പോലും നമ്മൾ പണ്ട് ലെഫ്റ്റ് റൈറ്റ് എന്ന് പറയും, ലെഫ്റ്റ് റൈറ്റ് പോലും ഇല്ല. പിന്നെ ഈ പറയുന്ന അധോലോകത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി 1000 രൂപയ്ക്ക് ഏത് ആർട്ടിസ്റ്റിനെയാണ് നിങ്ങൾക്ക് തരിക? സിനിമയ്ക്ക് സിനിമയുടെ ആർട്ടിസ്റ്റ് വേണ്ടേ? നാടകക്കാരെ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. സിനിമയ്ക്ക് എപ്പോഴും ഒരു പോസ്റ്റർ ആള് കണ്ടാൽ 10 പേര് കയറണ്ടേ? അതല്ലേ സിനിമയുടെ കുഴപ്പം. പുതുമുഖങ്ങളെ വെച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കാര്യം ചെയ്യും. ഇത് പറയുന്ന പോലെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് തിയേറ്ററിൽ എത്തിക്കാൻ പറ്റും, പോസ്റ്റർ ഒട്ടിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്തിക്കൂ. നമുക്ക് പറ്റില്ല അത്. ഇപ്പൊ ഒരു നമ്മൾ സിനിമ ഇതുപോലെ കഷ്ടപ്പെട്ട് ജനങ്ങളുടെ അടുത്ത് നമുക്ക് അതിന്റെ ക്ഷീണം മാറിയിട്ടില്ല. ഇത് പഴയ കാലമല്ല. ഞാൻ ഒറ്റയ്ക്ക് പോസ്റ്റർ ഒട്ടിച്ച് അനൗൺസ് ചെയ്ത് സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. അന്ന് 14 സ്റ്റേഷൻ നോക്കിയാൽ മതി. ഇന്ന് 200, 250, മിനിമം 100 തിയേറ്ററാണ്. 100 തിയേറ്ററിലേക്ക് ഒരുമിച്ച് പരസ്യം ചെയ്യാൻ ഒന്നും പറ്റില്ല. ഇപ്പോൾ അത് നടക്കുന്ന സാധ്യതയല്ല. പണ്ട് 14 പെട്ടി, അതല്ലെങ്കിൽ
മാക്സിമം പോയ വലിയ പടങ്ങൾ 25 പെട്ടിയാണ്, 25 സ്റ്റേഷനാണ്. അവിടെ 10-100 ദിവസം കൂടും പടം. ഇന്ന് ഇപ്പൊ മൾട്ടിപ്ലക്സ് വന്ന് ഒരു അങ്ങാടിയില് ഒരു ടൗൺഷിപ്പില് ഒരേ പടം 5 തിയേറ്റർ ഓടുമ്പോൾ 3-4 ദിവസം കൊണ്ട് തീരും, അതിന്റെ പ്രേക്ഷകർ തീരും. ഇതൊക്കെ ഈ വിന ഉണ്ടാക്കിയതാണ്, ഈ അസോസിയേഷൻ ഉണ്ടാക്കിയ വിനകളാണത്. ഇത്രയും സ്റ്റേഷൻസ് റിലീസ് ചെയ്യാതെ ലോങ് റൺ കിട്ടിയിരുന്നെങ്കിൽ തിയേറ്ററുകാർ കൂട്ടി പോവില്ലായിരുന്നു. തിയേറ്ററുകാർക്ക് സ്ഥിരമായിട്ട് ഒരു വരുമാനം എണ്ണം കുറഞ്ഞിരുന്നെങ്കിൽ. ഇത് A, B, C ഒക്കെ ഒരുമിച്ച, മറ്റങ്ങനെയല്ല. എയിൽ കളിക്കും, ബിയിൽ കളിക്കും, സിയിലും കളിക്കും. 3 ഏരിയയിൽ കളിച്ച് സിനിമ അവസാനിക്കും. ഇത് എയും ബിയും സിയും ഒരുമിച്ച. പടത്തിന് ചെറിയൊരു മൈനസ് മാർക്ക് ഉണ്ടെങ്കിൽ എല്ലാ തിയേറ്ററിലും ഒരുമിച്ച് പടം പോകും, നഷ്ടപ്പെടും. നമ്മളിപ്പോ ആ രീതിയിലേക്ക് പോകുന്നില്ല. തിയേറ്ററിലെ പുതുമങ്ങളെ വെച്ച് സിനിമ ചെയ്യാം, അതിനു വേണ്ട പണം മുടക്കാൻ ആള് വേണ്ടേ? ഞാൻ പറയുന്നത് സിനിമയുടെ മുടക്കല്ല, അതിന്റെ ഇരട്ടി മുടക്ക് വേണം ഇന്ന് പബ്ലിസിറ്റി. ഇനി മാത്രമല്ല, ഈ അധോലോകത്തെ വെട്ടിക്കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഇത് റിലീസ് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഏതൊക്കെ സ്റ്റേഷൻ കിട്ടും? നടന്മാരില്ലാതെ ഓരോ തിയേറ്ററും നിങ്ങൾക്ക് ഓരോ ഷോയ്ക്കും പൈസ അങ്ങോട്ട് അഡ്വാൻസ് കൊടുത്ത് കളിക്കാൻ പറ്റുമോ? 5000 രൂപ ഒരു ഷോയ്ക്ക്, 3 ഷോയ്ക്ക് 15000 രൂപ കൊടുത്ത് നിങ്ങൾക്ക് എത്ര തിയേറ്റർ പിടിച്ച് കളിക്കാൻ പറ്റും? നിങ്ങളെ സഹായിക്കുമോ മീഡിയാസ്? ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഈ പറയുന്ന സൂപ്പർ സ്റ്റാറുകളുടെ പടം വരുമ്പം ഏഷ്യാനെറ്റിൽ ചർച്ച, മാതൃഭൂമിയിൽ ചർച്ച, ചർച്ചയോട് ചർച്ച, ചർച്ചയ്ക്ക് പിന്നെ ചർച്ച, പിന്നെയും ചർച്ച, ചർച്ച. അതേസമയത്ത് ഒരു സാധാരണക്കാരന്റെ സിനിമ നല്ല സിനിമയായിരിക്കും, ചിലപ്പം ഒരു ചർച്ചയും ചെയ്യില്ലായിരുന്നു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ ഏഷ്യാനെറ്റിലൊക്കെ വരുന്ന ചർച്ച ഏഷ്യാനെറ്റ് ചുമ്മാ ചർച്ച ചെയ്യുന്ന അല്ല? അതിന് ഏഷ്യാനെറ്റിന് കാശ് കൊടുക്കണം ഈ ചർച്ച നടത്താൻ വേണ്ടിയിട്ട്. സിനിമ ചർച്ച. എന്നിട്ട് അവർ തന്നെ പിറ്റേന്ന് ആദ്യ ദിവസം 80 കോടി കളക്ഷൻ, 8 ലക്ഷം കളക്ഷൻ ഉണ്ടാവില്ല. അധോലോകമാണ് മൊത്തം. അധോലോകത്ത് നിന്നിട്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? അധോലോകം ഇല്ലാതാവട്ടെ, അപ്പൊ നമുക്ക് നല്ല കാലം വരും സിനിമയ്ക്ക്. ഇല്ല, ഇനി സിനിമയ്ക്ക് ഇല്ല. തിയേറ്റർ ബാക്കിയുള്ളതും അടയ്ക്കും. നിങ്ങളുടെ വീട്ടിലെ സ്ക്രീൻ മാത്രമായിട്ട് മാറും. തിയേറ്റർ എന്നുള്ള കൺസെപ്റ്റ് വളരെ കുറച്ച് കാലമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഈ പറഞ്ഞ യൂത്തിന് സൊറ പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഈ മാളിലൊക്കെ ഉള്ള ചെറിയ ചെറിയ തിയേറ്ററുകൾ നിന്ന് അതും നഷ്ടമാണ്. നിർമ്മാതാവിന് കാശ് കൊടുക്കൂല, തിയേറ്ററുകാരും കൊടുക്കൂല. പിന്നെ തിയേറ്ററിൽ റിലീസ് ചെയ്ത് പടം ഓടിയാലും അവരെ പുറകെ നടക്കണം കാശിന് വേണ്ടിയിട്ട്. 2 ആഴ്ച കഴിയുമ്പോൾ ഞാൻ കുറെ ലിസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാൻ ഈ 2 ആഴ്ച കൂടി ശ്രമിക്കും, കുറെ പണം കിട്ടാനുണ്ട്. വമ്പന്മാരുടെ തിയേറ്ററിനാ. ഏതായാലും സന്തോഷം. നമുക്ക് ഇനി 2-3 വർഷം കഴിയുമ്പോൾ വീണ്ടും അധോലോക കഥ കേൾക്കാം. സിനിമ ഇങ്ങനെ പോകും. കരഞ്ഞ് നെഞ്ചത്തടിച്ച നടിമാരെയൊക്കെ വെള്ളം കൂടി മുട്ടും, കഞ്ഞി കൂടി മുട്ടും. കുറച്ച് ആൾക്കാരും കൂടി ഇപ്പോൾ പുറത്താവും. അവരന്വേഷിക്കും ആരൊക്കെയാണ് മൊഴി കൊടുത്തത്. രഹസ്യമായി അന്വേഷിച്ച് അവരെ ഒതുക്കും, ഭയപ്പെടുത്തും, ഇല്ലാണ്ടാക്കും. അങ്ങനെ 3-4 ദിവസം കഴിയുമ്പം ഈ വിഷയം കെട്ടടങ്ങും. തമ്പരാക്കന്മാർ അധോലോകത്ത് വീണ്ടും കുതിച്ചുയർന്ന് അധോലോക വീരന്മാരായി വീരപട്ട ഒക്കെ അണിഞ്ഞ് കിരീടം വെച്ച് ചെങ്കോലുമായി നമ്മളെയൊക്കെ ഭരിക്കും. അതിനപ്പുറമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ സിനിമ സംഭവിക്കണം, സിനിമയ്ക്ക് മാറ്റം സംഭവിക്കണമെങ്കിൽ ആദ്യം ഈ സംഘടനകളൊക്കെ പിരിച്ചുവിടണം. എന്നിട്ട് പഴയതുപോലെ
ഒരു ഫാമിലി ആയിട്ട്. അതേപോലെ എന്താണ് ഈ ഒരു ഷോട്ട് കഴിഞ്ഞിട്ട് ഓടിച്ചെന്ന് AC റൂമിൽ വിശ്രമിച്ച് 4 ബീറടിച്ച് 2 പുകയെടുത്ത് വരുന്ന ആ സിസ്റ്റം ഉണ്ടല്ലോ, കാരവൻ സിസ്റ്റം, അതെന്നാണോ ഇവിടെ വന്നത്, അതാണ് സിനിമയുടെ അന്ത്യം. മനുഷ്യനും തമ്മിൽ ബന്ധമില്ലാതെ ഒരു സെറ്റിൽ വർക്ക് ചെയ്യുന്നവർക്ക് വിവിധ ഭക്ഷണം, വിവിധ പരിചരണം, ഇതൊന്നും നേരത്തെ ഉണ്ടായിരുന്നു, പണ്ടുണ്ടായിരുന്നു കേട്ടോ. പണ്ട് ഭക്ഷണത്തിന് 3 തട്ടും 4 തട്ടും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ 2ാമത് തിരിച്ചു വന്ന. എന്റെ സിനിമയിലൊന്നും 2 തട്ട് ഭക്ഷണം ഞാൻ കൊടുത്തിട്ടില്ല. ഞാൻ എന്താണോ കഴിക്കുന്നത് അത് സെറ്റിൽ എല്ലാവർക്കും വേണമെന്ന് വാശി പിടിച്ചിട്ടുമുണ്ട്. അതല്ലെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നത് യൂണിറ്റിന്റെ അംഗങ്ങളോട്, വേണമെങ്കിൽ ജൂബിലിയിലെ യൂണിറ്റുകാരോട് ചോദിച്ചറിയാം, എന്റെ കൂടെ വർക്ക് ചെയ്തവര്. ഞാൻ ഉച്ചയ്ക്ക് അവരുടെ കൂടെയാണ് ഭക്ഷണം കഴിക്കുന്നത്. കാരണം എന്താ, വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല. എനിക്ക് കഴിക്കുന്നത് തന്നെയാണോ അവിടെ കിട്ടുന്നത്, അതല്ലെങ്കിൽ അവർ കഴിക്കുന്നത് വേണം എനിക്ക് കിട്ടാൻ. അതാണ് മനുഷ്യത്വം. സന്തോഷം. ഇല്ല, നമുക്ക് പ്രൊമോഷൻ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് നിസ്സാരമാണ്. ഇപ്പൊ നമ്മുടെയൊക്കെ റീച്ച്, എനിക്ക് ഒരു സാധാരണഗതിയിൽ ഫേസ്ബുക്കിലൊക്കെ റീച്ചിന്റെ 4-1 പോലും ഇപ്പൊ കിട്ടുന്നില്ല. നമ്മുടെ കുഴപ്പമില്ല, കാരണം അവിടെയും തന്ത്രങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു. അവർക്ക് പണം കിട്ടണം, ഫേസ്ബുക്കിന് പണം കിട്ടണം. സുക്കബർഗ് വെറുതെ നമ്മളെ പ്രൊമോട്ട് ചെയ്യാനും നിൽക്കില്ല. നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കണം റീച്ച്. 5 ദിവസത്തേക്ക് 450 രൂപ 800 രൂപ കൊടുത്ത് റീച്ച് ഉണ്ടാക്കണം. അതിന് നമ്മുടെ കയ്യിൽ പണം വേണ്ടേ? പിന്നെ ഈ പറയുന്ന ആൾക്കാർ വേണ്ടേ? നിരൂപകരെ വേണ്ടേ? എളുപ്പമല്ല റീച്ച് ഉണ്ടാക്കുന്നത്. അത്ഭുതങ്ങൾ സംഭവിക്കാം, മാറ്റങ്ങൾ വരട്ടെ, പ്രാർത്ഥിക്കാം. അതിനപ്പുറമൊന്നും ചെയ്യാനില്ല. പക്ഷേ നട്ടലുള്ളവരാണെങ്കിൽ, അന്തസ്സുള്ളവരാണെങ്കിൽ ഫെഫ്കയും അമ്മയും ഈ പറഞ്ഞ ചേംബറും ഒക്കെ ഒന്ന് പറയണം, ഞങ്ങൾ തയ്യാറാണ്. ആ ആളുകളുടെ ലിസ്റ്റ് കഴുകി കിട്ടിയാൽ ഞങ്ങൾ അവരെയൊക്കെ പുറത്താക്കും, എന്നിട്ട് ഞങ്ങൾ ശുദ്ധീകരിക്കുമെന്ന് പറയാനുള്ള കാരണം ആ നട്ടലുണ്ടെങ്കിലല്ലേ ആരൊക്കെയാണ് ഇതിന്റെ പിന്നില് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അതുകൊണ്ടാണ് അവർ മിണ്ടാതിരിക്കുന്നത്. ഈ സംഘടനയിൽപ്പെട്ടവരതിൽ ഈ 15 പേരിൽ സംഘടനയിൽപ്പെട്ടവർ ആരൊക്കെ ഉണ്ടോ എന്ന് ചിന്തിക്കണ്ടേ? ഇല്ലെങ്കിൽ ധൈര്യമായിട്ട് പറയും, ചാടി എന്നിട്ട് പറയണം. അവിടെയില്ല അന്തസ്. ഞങ്ങളുടെ കൂട്ടത്തിൽ അത്രയും തെമ്മാടികൾ ഇല്ല. അങ്ങനെ ഇല്ല എന്നൊരു ബോധ്യം ഉണ്ടെങ്കിൽ അപ്പൊ ചാടി വീണ് ഞങ്ങൾക്കിതിൽ മറച്ചു വെക്കാനില്ല, അന്വേഷണം ആവശ്യപ്പെടുന്നു, വിചാരണ നടക്കണം, ആളുകളുടെ ലിസ്റ്റ് ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ നടപടിയെടുക്കും എന്നല്ലേ സംഘടനകൾ പറയേണ്ടത്. സജി നന്ദിയായിട്ട് വന്നു പറഞ്ഞാൽ അയ്യോ ഇതൊക്കെ ഫേക്കാണ്, ഈ മൊത്തം ഫേക്കാണ്, ഇതൊന്നും സത്യമല്ല, ആരോ ഉണ്ടാക്കിയതാണ് എന്ന് പറയുന്നതല്ലോ ശരി. പിന്നെ ഇതിനെ ചേംബർ സിനിമ നന്നാക്കിയത് ഇറങ്ങിയ ചേംബറിന്റെ വക്താവ് വന്നിട്ട് പറഞ്ഞു കേട്ടു, സത്യം പറഞ്ഞ ഉളുപ്പ് അടുത്തുകൂടി പോലും പോയിട്ടില്ല. ഉളുപ്പ് ആ ചങ്ങാതിയുടെ. ചേംബറിൽ വേറെ ആരും ഇല്ലേ ഈ ചങ്ങാതിയെ നിയന്ത്രിക്കാൻ? കഷ്ടമാണ്, മഹാകഷ്ടം. ഇതിനേക്കാളും ബെറ്റർ ഒരു രാഷ്ട്രീയക്കാരാട്ടോ. അണമുട്ടിയാല് ചെറിയ ലെവലേ ഉള്ളൂ എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടും. ഒന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുകയെങ്കിലും ചെയ്യും. അതൊരു ശശി ലെവൽ എത്തിയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതതുപോലും ഇല്ല. പേരിനെങ്കിലും ആൾക്കാരെ കണ്ടിട്ട് ഞങ്ങൾ നടപടിയെടുക്കും എന്ന് പറഞ്ഞ ഒരു സിനിമ എന്തെങ്കിലും മാറ്റി നിർത്തുമോ?
സന്തോഷം. നമുക്ക് മൊഴി കൊടുക്കുന്ന നടിമാർക്ക് സംരക്ഷണം വേണം. കാരണം അവരെ പേരാരും അറിയില്ലല്ലോ. രഹസ്യമൊഴിയിലോ ഈ സ്ത്രീയുടെ പേരോ ഈ സ്ത്രീയുടെ മുഖമോ അല്ലെങ്കിൽ അത്ര ആൾക്കാരുടെ മുഖമോ പുറത്തു വരാൻ പാടില്ല എന്നുള്ളതാണല്ലോ നമ്മുടെ നിയമം. പോലീസ് ചോർത്തി കൊടുത്തിട്ടില്ലെങ്കിൽ ആരാണ്? ഹൈക്കോടതിക്ക് വിളിച്ചു വരുത്താം, കോടതിക്ക് വിളിച്ചു വരുത്താമല്ലോ. ഈ റിപ്പോർട്ട് വാങ്ങിച്ചിട്ട് ആരൊക്കെയാണ് മൊഴി കൊടുത്തത് രഹസ്യമായിട്ട് വിളിച്ചു വരുത്തി മൊഴി എടുത്തുകൂടെ? 164 മൊഴി എടുക്കാലോ. മൊഴി കൊടുക്കുന്നതിൽ പക്ഷെ അവർക്കൊരു ഗ്യാരണ്ടി കൊടുക്കണം, ഞങ്ങളിത് പുറത്തു പറയില്ല, നിങ്ങളുടെ ഐഡന്റിറ്റി ഞങ്ങൾ പുറത്തു വിട്ടില്ല. പക്ഷേ ഇപ്പൊ തന്നെ ഇവരെ കൈ കിട്ടിക്കാണോ, സംഘടന കൈ കിട്ടിക്കാണോ ആരൊക്കെയാണ് മൊഴി കൊടുത്തതെന്ന്? കാരണം ഇത് ഗവൺമെന്റിന്റെ കയ്യിലല്ലേ, മന്ത്രിമാര് വായിച്ചിട്ടില്ലേ? അപ്പൊ ഇതിൽ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് അസോസിയേഷനിൽ എത്തിയിട്ടില്ലേ? എത്തിക്കണം. ഇപ്പം തന്നെ അവരെയൊക്കെ നേരിട്ട് ബന്ധപ്പെട്ട് കാണും, ഭീഷണിപ്പെടുത്തി കാണും. ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? രഹസ്യ സ്വഭാവം ഉണ്ടോ ഗവൺമെന്റിന്? ഗവൺമെന്റ് പേപ്പർ ചോർന്നു പോകുന്നില്ലേ? അതേപോലെ തന്നെ ഈ റിപ്പോർട്ടിന്റെ കാതലായ അംശങ്ങൾ ഈ പറയുന്ന ഇവർ തന്നെ ചോർത്തി കൊടുത്തിട്ടുണ്ടാവും. മന്ത്രിസഭയിലും സിനിമാക്കാരില്ലെന്നേ. പിന്നെ അവിടെ റിപ്പോർട്ട് കിട്ടിയ കൃത്യമായിട്ട് അവർക്ക് അല്ലൂടെ ഇന്ന ആൾക്കാരൊക്കെ ഉണ്ട്, ആരൊക്കെയാ മൊഴി കൊടുത്തത് ഒക്കെ കാണും, അറിഞ്ഞു കാണും. അതിന്റെ മറുമരുന്ന് തൊട്ട് കാണും. എന്തായാലും കുറച്ചു കാലത്തേക്കെങ്കിലും ശക്തമായിട്ട് നിലനിന്ന ആ വിവിധ ഗ്രൂപ്പിനെ, സ്ത്രീ ഗ്രൂപ്പിനെ നമിക്കുന്നു. കാരണം ഇന്ന് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇത്രത്തോളം എത്തിക്കാൻ പറ്റിയല്ലോ അവർക്ക്. അവരുടെ ആ ചെറുത്തുനിൽപ്പിന്റെ ബാക്കി പത്രമാണ് ഈ റിപ്പോർട്ട്. കുറച്ച് സ്ത്രീകൾ, അതായത് കുറച്ച് പേർക്ക് മാറിപ്പോയി ഒക്കെ എങ്കിൽ പോലും അവരന്ന് കാണിച്ച ആർജവത്തിന്റെ ഒരു ബാക്കി പത്രമാണ് ഇന്ന് വന്നത്. അതുകൊണ്ട് ആ സഹോദരിമാരെന്തായാലും അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് നമുക്കറിയാമായിരുന്നു. എങ്കിൽ പോലും അവർ അന്നുണ്ടാക്കിയ ചലനത്തിന്റെ ശേഷിപ്പുകളാണ് ഇന്ന് തീർച്ചയായിട്ടും ഈ റിപ്പോർട്ടിലൂടെ വന്നത്. അതുകൊണ്ട് ആ സഹോദരിമാരെന്തായാലും അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. ആ സഹോദരിമാർക്കൊപ്പം നിർത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.